ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ദൈവം നമുക്കെപ്പോഴും നല്ല ദൈവമാണ്. ആവശ്യമായ എല്ലാ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും നന്മകളൊക്കെയും നൽകി ഓരോ നാളും നമ്മെ അതിശയമായി നടത്തുന്ന ഒരു നല്ല കർത്താവാണ് നമ്മുടെ കർത്താവ്. ആകയാൽ തന്നെ ആ കർത്താവിൻ്റെ പാദപീഠത്തിൽ താണിരുന്നു കൊണ്ട് കർത്താവിൽ നിന്ന് പ്രാപിക്കേണ്ട എല്ലാ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും നന്മകളൊക്കെയും പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ ഈ നാളുകളിൽ ദൈവം നമുക്ക് ഇടയാക്കട്ടെ. യഹോവ നമ്മുടെ ഇടയനായിരിക്കുന്നെങ്കിൽ ദൈവത്തെ നാം ഇടയനാക്കിക്കൊള്ളുന്നവരായി തീരുവാൻ നമുക്കിടയാകുമെങ്കിൽ തീർച്ചയായും നമുക്കൊരു ധൈര്യമുണ്ട്, ഒരു പ്രാഗൽഭ്യമുണ്ട്, ഒരു നന്മയ്ക്കും കുറവുണ്ടാകയില്ല എന്ന് നാം വളരെ ചെറുപ്രായത്തിൽ തന്നെ പാഠപാഠം പഠിക്കുന്നതായ ഒരു വേദഭാഗമാണ് 23-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം എന്നുള്ളത്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല എന്ന് നാം വായിപ്പാൻ ഇടയാകുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും മുട്ടില്ലാതെ നമ്മെ നടത്തുവാൻ ഇടയാകുന്ന ഒരനുഭവം നാം പ്രാപിക്കണമെങ്കിൽ നമ്മുടെ ദൈവത്തെ നാം ഇടയനാക്കിക്കൊള്ളുവാൻ ഇടയാകണം. ദൈവം തൻ്റെ മനസ്സിനൊത്ത ഇടയന്മാരെ സഭയ്ക്ക് നൽകും എന്ന് തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ആകയാൽ തന്നെ ദൈവഹിതപ്രകാരം നമുക്ക് സഭയിൽ നൽകപ്പെടുന്ന ഇടയന്മാർ എന്നുള്ളതിലപ്പുറമായി ദൈവത്തെ നാം നമ്മുടെ ഇടയനാക്കി സ്വീകരിപ്പാൻ നമുക്കിടയാകണം. നാം ദൈവത്തിൻ്റെ ആടുകളായിരുന്ന് ദൈവം നമ്മുടെ ഇടയനാണെന്നുള്ള ഒരു നല്ല ബോധ്യതയോടെ ജീവിച്ചെങ്കിൽ മാത്രമേ ആ എല്ലാ നന്മകളും അനുഭവിച്ചതവ ഒരു നന്മയ്ക്കും മുട്ടില്ലാതെ കുറവില്ലാതെ ജീവിപ്പാൻ നമുക്കിടയാകുകയുള്ളൂ. ആകയാൽ ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അഥവാ യഹോവ നമുക്ക് ഇടയനാണോ എന്നൊന്ന് പരിശോധിപ്പാൻ നമുക്കിടയാകണം. നാം നമ്മുടെ കർത്താവിനെ നമുക്ക് ഇടയനാക്കിക്കൊണ്ട് ജീവിപ്പാൻ ഇടയാകുന്നുണ്ടോ? 23-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും മുട്ടില്ലാതെ മുടക്കില്ലാതെ ഒന്നിനും കുറവില്ലാതെ ജീവിക്കുവാൻ നാം എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കതൊരു വലിയ ആഗ്രഹമാണ്. വിശേഷാൽ നമ്മുടെ ജീവിതത്തിൽ പലവിധമായ പ്രയാസങ്ങളും കഷ്ടങ്ങളും വരുമ്പോൾ, പലവിധമായ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ നാം ഞരങ്ങുവാനിടയാകുമ്പോൾ ദൈവസന്നിധിയിൽ ഈ വാക്യം പറഞ്ഞൊരു പക്ഷെ നാം പ്രാർത്ഥിക്കുമായിരിക്കും, കർത്താവേ നിങ്ങളുടെ വചനത്തിൽ ഇങ്ങനെ ഞങ്ങൾ വായിക്കുന്നല്ലോ, ഒന്നിനും മുട്ടില്ലാതെ ഞങ്ങളെ നടത്തുവാൻ അവിടുന്ന് ശക്തനാണല്ലോ എന്ന്. ശമരിയക്കാരി സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വെള്ളം കോരുവാനായി വന്നപ്പോൾ യേശു പറയുന്നു, യേശു കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയില്ല എന്ന്. ഉടനെ സ്വാഭാവികമായി തന്നെ ആ സ്ത്രീ പറയുന്നൊരു വാക്കുണ്ട്, എനിക്ക് ഒരിക്കലും ദാഹിക്കാതിരിക്കേണ്ടതിനും ഞാൻ വെള്ളം കോരുവാൻ വരാതെയും ഇരിക്കേണ്ടതിന് എനിക്ക് ആ വെള്ളം തരണമേ എന്നവൾ പറയുന്നുണ്ട്. അത് മാനുഷികമായി നമ്മുടെ ഒരു ചിന്തയാണ്. നമുക്ക് ബുദ്ധിമുട്ടും പ്രയാസമൊന്നുമില്ലാതെ കഷ്ടപ്പെടുവാനിടയാകാതെ നന്മകൾ അനുഗ്രഹങ്ങളൊക്കെ പ്രാപിപ്പാനിടയാകുമെങ്കിൽ ദൈവസന്നിധിയിൽ നിന്ന് എല്ലാ നന്മകളും പ്രാപിച്ച് അതിനാൽ സന്തോഷത്തോടെ ജീവിപ്പാൻ ഉത്സാഹിക്കുന്ന ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതം. എന്നാൽ നമുക്കത് യാഥാർത്ഥ്യമാകുമല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് ഒരു നന്മയ്ക്കും കുറവില്ലാതെ എല്ലാ നന്മകളും തന്ന് നമ്മെ നടത്തുവാൻ ഇടയാകുമെന്നുള്ളതാണ് സത്യം. പക്ഷെ അതിന് നാം നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ടതായ ഒരനുഭവം അല്ലെങ്കിൽ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ എന്ന് പറയുന്നത് യഹോവയെ നമ്മുടെ ഇടയനാക്കിക്കൊള്ളുവാൻ ഇടയാകണം. ഇടയൻ എന്നൊരനുഭവത്തെ നാം ചിന്തിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലാണ് കർത്താവ് നമുക്ക് ഇടയനെക്കുറിച്ചുള്ള അനുഭവങ്ങളൊക്കെ വെളിപ്പെടുത്തി തരുവാൻ ഇടയാകുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം ഇടയനാണ് എന്ന് പറയുമ്പോൾ തന്നെ ആ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ യേശു നമ്മോട് അറിയിക്കുന്നതായ അനുഭവം ഞാൻ നല്ല ഇടയനാകുന്നു എന്നാണ്. യേശു നമുക്ക് ഇടയനാണ് എന്ന് പറയുന്നു. ആ വേദഭാഗത്തിൽ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു ഞാനും കർത്താവും പിതാവും ഒന്നായിരിക്കുന്നു എന്ന് യേശു പറയുന്നുണ്ട്. ആകയാൽ തന്നെ ദൈവം ഇടയനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ യഹോവ നമുക്ക് ഇടയനായിരിക്കുന്ന അനുഭവത്തെ, കർത്താവ് നമുക്ക് ഇടയനായിരിക്കുന്ന അനുഭവത്തെ ഉണരുവാനിടയാകും. ആകയാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവമായ യഹോവയെ അല്ലെങ്കിൽ നമ്മുടെ കർത്താവായ യേശുവിനെ നാം ഇടയനാക്കിക്കൊണ്ട് ആ ഇടയൻ്റെ കീഴിലെ ആടുകൾ എന്നൊരനുഭവത്തിൽ ജീവിക്കുവാൻ നമുക്കിടയാകണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ
ദൈവം നമുക്കിടയനാകുന്നതിനാൽ പ്രാപിക്കേണ്ട അനുഭവങ്ങളെ പ്രാപിക്കുവാൻ നമുക്ക് സാധ്യമായി തീരുന്നത്. ഇതിൽ നാം ഉണരേണ്ടതായ ചില പ്രധാന കാര്യങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ, അതിൽ ഒന്നാമത്തെ വിഷയം, ഇടയന്റെ അനുഭവത്തെക്കുറിച്ച് കർത്താവ് നമ്മെ ഓർപ്പിക്കുമ്പോൾ നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു എന്നാണ്. നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, കർത്താവ് ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തൻ്റെ ആടുകൾക്ക് വേണ്ടി ഇടയനായവൻ ജീവനെ കൊടുക്കുന്നു എന്ന് നാം ഉണരുവാനിടയാകുന്നു. അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ നാം ചിന്തിച്ചാൽ, ആർക്കു വേണ്ടിയിട്ടാണോ കർത്താവ് ജീവനെ കൊടുത്തത് അവരാണ് കർത്താവിൻ്റെ ആടുകളായി കാണപ്പെടുവാൻ ഇടയാകുന്നത്. നാം കർത്താവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് കർത്താവിനെ കുറിച്ച് സ്നാപക യോഹന്നാൻ സാക്ഷ്യം പറയുന്ന അനുഭവം നാം തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. കർത്താവ് ലോകത്തിൻ്റെ പാപം ചുമന്നൊഴിക്കുന്ന കുഞ്ഞാടാണെന്നാണ് യോഹന്നാൻ സ്നാപകന്റെ സാക്ഷ്യം. എന്നാൽ കർത്താവ് തൻ്റെ ദൂതൻ മുഖാന്തരമായി മറിയയോട് അറിയിക്കുമ്പോഴാണോ നാം വായിക്കുന്നു, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേരിടണമെന്ന് നാം വായിക്കുന്നു. അതായത് ആ വാക്യം നാം ശ്രദ്ധിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു സകല മനുഷ്യരുടെയും പാപങ്ങളിൽ നിന്ന് അവരെ മോചിക്കുന്നു എന്നുള്ളതല്ല, പിന്നെയോ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കുന്നു എന്നാണ്. മറ്റൊരു നിലയിൽ നാം ചിന്തിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ പരമയാഗമായി തീർന്ന് തൻ്റെ ജീവനെ കൊടുത്തത്, അവസാന തുള്ളി രക്തം വരെയും ഊറ്റി തൻ്റെ ജീവനെ കൊടുത്തത് ആർക്കു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നമുക്ക് ഉത്തരമുണ്ട്, കർത്താവിൻ്റെ ജനത്തിന് വേണ്ടി, അഥവാ തൻ്റെ ആടുകൾക്ക് വേണ്ടിയിട്ടാണ്. ഇടയൻ എന്ന നിലയിലാണ് കർത്താവ് തൻ്റെ ജീവനെ കൊടുത്തത് എന്നുള്ളതിനാൽ നാം ആ ഇടയൻ എന്ന അനുഭവത്തിൽ കർത്താവിൻ്റെ ജീവനെ കൊടുക്കുന്ന അനുഭവത്തെ ശ്രദ്ധിക്കുമ്പോൾ നാം ഉണരേണ്ടതായ കാര്യം, നമ്മുടെ കർത്താവ് തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുവാനിടയാകുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ തൻ്റെ ജനമായവർക്ക്, തൻ്റെ ആടുകൾക്ക് വേണ്ടിയാണ് ജീവനെ കൊടുത്തതെന്ന് പറയുമ്പോൾ ആര് യേശുവിൻ്റെ കാൽവരി മരണത്തെ ഏറ്റുകൊണ്ട് എനിക്ക് വേണ്ടിയാണ് കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചതെന്ന് ഏറ്റെടുക്കുവാൻ ഇടയാകുന്നു, അഥവാ യേശുവിൻ്റെ കാൽവരി മരണത്താൽ പാപമോചനം പ്രാപിച്ച് രക്ഷിക്കപ്പെട്ടവരായി തീരുവാൻ ഉത്സാഹിച്ചത് പ്രാപിച്ചെടുക്കുന്നവരാരാണോ അവരാണ് ദൈവത്തിൻ്റെ ആടുകളായി, യേശുവിൻ്റെ ആടുകളായി കാണപ്പെടുവാനിടയാകുന്നത്. വ്യക്തമായി ഉണരണ സഹോദരങ്ങളെ, അവർക്കാണ് യേശു നല്ല ഇടയനായിരിക്കാനിടയാകുന്നത്. ലോകത്തിലെ സകല മനുഷ്യരും കർത്താവിൻ്റെ ആടുകളാണെന്ന് പറഞ്ഞ് എല്ലാവരെയും കർത്താവായ യേശു ഇടയനായി നടത്തുന്നു എന്ന് ചിന്തിക്കുന്നെങ്കിൽ ആ ചിന്ത തെറ്റാണ്. യേശു ആർക്കു വേണ്ടി ജീവനെ കൊടുത്തുവോ, അഥവാ യേശു എനിക്ക് വേണ്ടിയാണ് ജീവനെ കൊടുത്തതെന്ന് ഞാനത് ഏറ്റെടുത്ത് യേശുവിൻ്റെ കാൽവരി മരണ അടക്ക പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ അനുഭവത്തെ സ്വന്തമാക്കുവാൻ തക്കവണ്ണം വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്ത് യേശുവിൻ്റെ മരണത്തോട് ഏകീഭവിച്ച് ആ സ്നാനത്തിലൂടെ യേശുവിനോട് കൂടെ മരിപ്പാൻ ഒരുങ്ങി യേശുവിൻ്റെ ജനമായി, യേശുവിൻ്റെ ആടുകളായി പാപമോചനം പ്രാപിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ മാത്രമാണ് യേശു ഇടയനായി കാണപ്പെടുവാനിടയാകുന്നത്. ഇന്ന് ഈ സങ്കീർത്തനം ലോകപ്രശസ്തമായ സങ്കീർത്തനമാണ്. ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല മറ്റു മതസ്ഥരും അല്ലെങ്കിൽ സോഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയും അറിയുകയും ചെയ്യുന്നവരൊക്കെ വളരെ വ്യക്തതയോടെ എടുത്തുദ്ധരിക്കുന്ന ഒരു വാക്കാണ്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. ദൈവം നമ്മുടെ ഇടയനായാൽ നമുക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല എന്നൊക്കെ അവർ പഠിക്കുകയും പഠിപ്പിക്കുകയും അത് അവരുടെ ജീവിതത്തിൽ അവർ ചിന്തിക്കുകയും ചെയ്യുന്ന ഒരനുഭവം നമുക്ക് കാണുവാൻ കഴിയും. പക്ഷെ ശ്രദ്ധിക്കണം, നാം തിരുവെഴുത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ
വരുമ്പോൾ, ദൈവവചനത്തെ നാം നന്നായി പഠിക്കുമ്പോൾ, യേശുവിൻ്റെ ആടുകളെന്ന് പറയുന്നത് യേശു ആർക്കു വേണ്ടി ജീവനെ കൊടുത്തുവോ, അഥവാ യേശുവിൻ്റെ മരണത്തെ ആരേറ്റെടുത്തുവോ അവർക്ക് മാത്രമാണ് യേശു ഇടയനായിരിക്കാൻ ഇടയാകുന്നതെന്ന് ദൈവമക്കളെ നാം ഒന്ന് നന്നായി ഉണരുവാനിടയാകട്ടെ. ആകയാൽ നമുക്ക് ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ധൈര്യമുണ്ട്, ഒരു പ്രശംസയുണ്ട്, അഥവാ ഒരു സന്തോഷവും ഉത്സാഹവും ഉണ്ട്. കർത്താവ് എനിക്ക് വേണ്ടിയിട്ടാണ് കാൽവരി ക്രൂശിൽ മരിച്ചതെന്ന് വിശ്വസിച്ചുകൊണ്ട് യേശുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനങ്ങളെ സ്വന്തം ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് യേശുവിനാൽ ഒരു പാപമോചനം പ്രാപിച്ച് യേശുവിൻ്റെ ജനമായി, യേശുവിനുള്ളവരായി, യേശുവിൻ്റെ ആടുകളായി തീരുവാൻ നമുക്കൊരു ഭാഗ്യം ലഭിച്ചു എന്നുള്ളത് കൊണ്ട് നമുക്കൊരു ധൈര്യമുണ്ട്. നാം കർത്താവിൻ്റെ ആടുകൾ, അഥവാ കർത്താവ് നമ്മുടെ ഇടയനാണ് എന്നുള്ളത്. എന്നാൽ അടുത്ത അനുഭവത്തെ നാം ശ്രദ്ധിക്കുവാനിടയാകണം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ തന്നെ യേശു പറയുന്നുണ്ട്, ഞാൻ നല്ല ഇടയനാണ്. ആകയാൽ ഇടയൻ തൻ്റെ ആടുകളെ തൊഴുത്തിൽ നിന്നിറക്കി പേർ ചൊല്ലി വിളിച്ച് അവയെ തൻ്റെ ശബ്ദം കേൾപ്പിച്ച് ആടുകൾക്ക് മുൻപേ ഇടയൻ നടക്കുന്നു എന്ന് പറയുന്നു. യേശുവിൻ്റെ ആടുകളായവർ യേശുവിൻ്റെ ശബ്ദം കേട്ട് യേശുവിൻ്റെ പിന്നാലെ പോകുവാനിടയാകുമെന്നാണ്. അവർ അന്യൻ്റെ ശബ്ദം തിരിച്ചറിയാകിയാൽ അന്യൻ്റെ പിന്നാലെ പോകാതെ അന്യനെ വിട്ട് ഓടിപ്പോരുവാനിടയാകുന്നു. അവർ യേശുവിൻ്റെ ശബ്ദം അറിഞ്ഞ് യേശുവിനെ മാത്രം പിൻഗമിക്കുന്നവരായി തീരുന്നു എന്നുള്ളതാണ് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 3-ാം വാക്യം. ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു, തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്ത് കൊണ്ടുപോകുന്നു. തനിക്കുള്ളവയൊക്കെയും പുറത്ത് കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുൻപായി നടക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ നല്ല ഇടയനായ കർത്താവ് തൻ്റെ ആടുകളുടെ മുൻപേ നടന്ന് അവയെ പേർ ചൊല്ലി വിളിച്ച് അവയ്ക്ക് മുൻപേ നടന്ന് തൻ്റെ ശബ്ദം കേൾപ്പിക്കുവാനിടയാകുന്നു. ഇങ്ങനെ നല്ല ഇടയൻ തൻ്റെ ശബ്ദം കേൾപ്പിക്കുമ്പോൾ അതിൻ്റെ ബാക്കി എന്താണ് വായിക്കുന്നത്? ആടുകൾ അവൻ്റെ ശബ്ദം കേട്ട് അവനെ പിൻഗമിപ്പാനിടയാകുന്നു എന്നാണ്. അന്യന്മാരുടെ ശബ്ദം അറിയായികയാൽ അവ അന്യനെ അനുഗമിക്കാതെ വിട്ടോടിപ്പോകുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതായ ഒരു അനുഭവം, യഥാർത്ഥമായി യേശുവിൻ്റെ ശബ്ദം കേട്ട് യേശുവിനെ തന്നെ അനുഗമിക്കുന്നവരാണോ, അതോ കൂട്ടത്തിൽ മറ്റുള്ളവരുടെയും ശബ്ദം കേട്ട് മറ്റുള്ളവരുടേതായ അനുഭവങ്ങളെ അറിഞ്ഞ് അവരെയും പിൻഗമിപ്പാൻ ഇടയാകുന്നവരായി നാം മാറുന്നുണ്ടോ, അതോ നാം യേശുവിൻ്റെ ശബ്ദം കേട്ട് യേശുവിനെ മാത്രം പിൻഗമിക്കുന്നവരാണോ? നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുന്ന അനേക ദുരുപദേഷ്ടാക്കന്മാരും കള്ളപ്രവാചകന്മാരുമൊക്കെ എഴുന്നേൽക്കുമെന്നുള്ളത് അന്ത്യകാലത്തിൻ്റെ ലക്ഷണമായി യേശു വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമുക്ക് ലോകത്തിലേക്ക് നോക്കിയാലും കാണുവാൻ കഴിയും. പലരും തങ്ങളെ ശ്രേഷ്ഠരെന്ന് എണ്ണിക്കൊണ്ട് തങ്ങളുടെ ഉപദേശമാണ്, അല്ലെങ്കിൽ തങ്ങളുടെ പഠിപ്പീരുകളാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് മാനുഷികമായ ഉപദേശങ്ങളെ, പഠിപ്പിക്കലുകളെ ഉൾക്കൊള്ളുവാൻ ഉത്സാഹിച്ചുകൊണ്ട് ആ വ്യക്തികളെ പിന്തുടരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അത് ക്രിസ്തീയ ഗോളത്തിൽ മാത്രമല്ല, ലോകത്തിൽ നമുക്ക് വളരെ അത് കാണുവാൻ കഴിയും. ഏതെങ്കിലും ഒരു ശ്രേഷ്ഠരായ മനുഷ്യൻ അവരുടെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത കൊണ്ട് സമൂഹത്തിൽ ഉയർന്നു വരുമ്പോൾ അവരുടെ വാക്കുകൾക്ക് വില കൽപ്പിച്ചുകൊണ്ട് അവരുടെ പ്രവൃത്തികൾ ശ്രേഷ്ഠമെന്ന് കണ്ടുകൊണ്ട് അവരുടെ വാക്കുകൾക്ക് ഏറ്റവണ്ണം അവരെ ആൾ ദൈവങ്ങളെന്ന അനുഭവത്തിലേക്ക് മാറ്റിയിട്ട് അവരെ പിന്തുടരുവാൻ, അവരെ പിൻഗമിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ പ്രവൃത്തി ഇന്ന് നമുക്ക് ലോകത്തിൽ കാണുവാൻ കഴിയും. ആ അനുഭവം ക്രിസ്തീയ ഗോളത്തിലും ശക്തമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തിരുവെഴുത്തിൽ പറയുന്നത് പോലെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുന്ന കള്ളപ്രവാചകന്മാരായവർ, അഥവാ ആടിൻ്റെ വേഷം ധരിച്ച കൊടിയ ചെന്നായ്ക്കൾ എന്നൊരനുഭവം നമുക്ക് അവരെ കുറിച്ച് തിരുവെഴുത്തിൽ കാണുവാൻ കഴിയും. ആ അനുഭവത്തെ നാം ശ്രദ്ധിക്കുമ്പോൾ അവർ കൊടുക്കുന്നതായ ഉപദേശങ്ങളും അവർ കൊടുക്കുന്നതായ പ്രബോധനങ്ങളുമൊക്കെ മാനുഷികമായി അവർക്ക് ഏറ്റുകൊള്ളുവാൻ, ഉൾക്കൊള്ളുവാൻ കഴിയുന്നതാകയാൽ അവരത് സന്തോഷത്തോടെ ഏറ്റുകൊണ്ട് ആ വ്യക്തി
വ്യക്തികളുടെ പിന്നാലെ പോകുവാനിടയാകുന്നു. അതവർക്ക് ബുദ്ധിമുട്ടായി തോന്നിയിട്ടോ അല്ലെങ്കിൽ അതവർക്ക് അംഗീകരിപ്പാൻ കഴിയാഞ്ഞതുകൊണ്ടോ അല്ല, അതവർക്ക് സന്തോഷമായി തോന്നുന്നത് കൊണ്ടല്ലെങ്കിൽ മറ്റൊരു നിലയിൽ പറഞ്ഞാൽ നമ്മുടെ മാനുഷിക ചിന്താഗതികൾക്കേറ്റവണ്ണം ഞാൻ എന്ത് ചിന്തിക്കുന്നുവോ, ഞാൻ എന്ത് ആഗ്രഹിക്കുന്നുവോ, എൻ്റെ താല്പര്യങ്ങൾക്കും എൻ്റെ ആഗ്രഹങ്ങൾക്കും ഏറ്റവണ്ണം ദൈവവചനത്തിൽ നിന്ന് ഉപദേശങ്ങളെ പ്രസംഗിക്കുമ്പോൾ, ഉപദേശങ്ങളെ പഠിപ്പിക്കുമ്പോൾ അതെൻ്റെ ചിന്താഗതിയോടും എൻ്റെ താല്പര്യത്തോടും യോജിച്ചു പോകുന്നതായതുകൊണ്ട് എനിക്കത് സന്തോഷമായി തോന്നിയിട്ട് ഞാൻ ആ വ്യക്തിയുടെ പിന്നാലെ പോകുവാനിടയാകുന്നു. എന്നാൽ അത് ദൈവികമാണെന്നോ ദൈവത്തിൻ്റെ ആലോചനയാണെന്നോ ദൈവവചനത്തിന് അനുസൃതമായതാണോ എന്നോ പരിശോധിപ്പാൻ അറിഞ്ഞുകൂടായികയാലും പരിശോധിപ്പാൻ താല്പര്യപ്പെടായികയാലും പല പ്രിയപ്പെട്ടവരും യേശുവിനെ വിട്ടുപോകുവാനിടയാകുന്നു, യേശുവിനെ പിൻഗമിക്കാത്തവരായി പോകുവാനിടയാകുന്നു. ഇന്ന് അന്യത ഉപദേശിക്കുന്ന അനേക ഉപദേഷ്ടാക്കന്മാർ ക്രിസ്തീയ ഗോളത്തിലുണ്ടെന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. ആകയാൽ തന്നെ ദൈവമക്കളെ, നാം ആ നിലയിൽ മറ്റൊരു ഉപദേശത്തിൻ്റെ പിന്നാലെ അഥവാ ഗലാത്യലേഖനത്തിൽ നാം വായിക്കുന്നത് പോലെ മറ്റൊരു സുവിശേഷത്തിൻ്റെ പിന്നാലെ മറഞ്ഞു പോകുന്നവരായി തീരുവാൻ നമുക്കിടയാകരുത്. അത് മറ്റൊരു സുവിശേഷമാണ്. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് വിപരീതമായി നമ്മെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാൻ അറിയിക്കുന്നതായ മറ്റൊരു സുവിശേഷമാണ്. ആ സുവിശേഷത്തിൻ്റെ പിന്നാലെ പോകുവാൻ നമുക്കിടയാകരുത്. ഇനിയും മറ്റൊരനുഭവം നാം ചിന്തിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നാം കാണുന്ന ഒരു അനുഭവമുണ്ട്. ക്രിസ്തു തൻ്റെ ഉപദേശങ്ങളെ വ്യക്തതയോടെ ജനത്തോട് അറിയിക്കുമ്പോൾ അവിടെ യേശുവിനെ പിൻഗമിച്ചുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ നടന്ന് യേശുവിൻ്റെ ഉപദേശം കേട്ടതായി ഒരു കൂട്ടം ജനങ്ങൾ പറയുന്നു, അയ്യോ, ഈ ഉപദേശം കഠിനമാണ്, ഇത് ആർക്കാണ് അനുസരിപ്പാൻ കഴിയുക, ഇത് കഠിന ഉപദേശമാണ്, ഇത് ഞങ്ങളെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ചിന്താഗതിയിൽ അവരുടെ കാഴ്ചപ്പാടിൽ ആ ഉപദേശം അവർക്ക് കഠിനമായി തോന്നിയിട്ട് അവർ യേശുവിനെ വിട്ടു പോകുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. പിന്നെ അവർ യേശുവിനെ പിൻഗമിച്ചില്ല എന്ന് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ ആ നിലയിൽ നമുക്ക് കാണുവാൻ കഴിയും. സമ്പന്നതയുടെ സുവിശേഷവും മറ്റ് ലഘുവായ കഠിനതയില്ലാത്ത ഉപദേശത്തിൽ വെള്ളം ചേർത്തുകൊണ്ട് ഉപദേശത്തിനോ അല്ലെങ്കിൽ ജീവിത ശ്രേഷ്ഠതയ്ക്കോ പ്രാധാന്യം കൊടുക്കാതെ മറ്റു നിലയിൽ ലോകമനുഷ്യരെ പോലെ ലൗകികതയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിന് മുഖ്യത്വം കൊടുത്തുകൊണ്ടൊക്കെ ഉപദേശങ്ങൾ വെളിപ്പെടുത്തിയാൽ ആ ഉപദേശങ്ങളുടെ പിന്നാലെ പോകുവാൻ ഉത്സാഹിക്കുന്ന എത്രയോ പ്രിയപ്പെട്ടവരാണ് നമ്മുടെ സമൂഹത്തിൽ ഉള്ളത്. മുൻകാലങ്ങളിൽ നമ്മുടെ പിതാക്കന്മാർ വേർപാട് ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വസ്ത്രധാരണത്തിലും ആഭരണം ധരിക്കുന്നതിലുമൊക്കെ സ്ട്രിക്റ്റായി നിന്നുകൊണ്ടാണ് പല ഉപദേശങ്ങളെയും വെളിപ്പെടുത്തുവാനിടയായത്. എന്നാൽ ഇന്ന് നമുക്ക് ലോകത്തിലേക്ക് നോക്കിയാൽ കാണുവാൻ കഴിയും ആ വിധമായ സ്ട്രിക്റ്റായ ഉപദേശങ്ങൾക്ക് പകരമായി കളർ വസ്ത്രം ധരിച്ചാലും കുഴപ്പമില്ല, ആർഭാടമായ വസ്ത്രം ധരിച്ചാലും കുഴപ്പമില്ല, ആഭരണം ധരിച്ചാലും കുഴപ്പമില്ല, താടിയും മീശയും മറ്റ് ലോകത്തിൻ്റെതായ പ്രാകൃതങ്ങളൊക്കെ ജീവിതത്തിൽ അനുഭവമാക്കിയാലും കുഴപ്പമില്ല, യേശുവിൻ്റെ അടുക്കലേക്ക് വന്നാൽ മതി, യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി, യേശുവിനെ ഏറ്റുകൊണ്ട് ദൈവവൈതലായി ജീവിച്ചാൽ മതി എന്ന് പഠിപ്പിക്കുന്ന ഉപദേശ സംഹിതകളുള്ളതായ സഭകളിലേക്ക് ജനം ഒഴുകിപ്പോകുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. കാരണം അവർക്ക് യേശുവിൻ്റെ ഉപദേശമല്ല, അഥവാ കഠിനമെന്ന് പറയത്തക്കതായി യേശു സംസാരിക്കുന്ന യേശുവിൻ്റെ ഉപദേശമല്ല അവർക്ക് ആവശ്യമായിരിക്കുന്നത്. ലഘുവായതാണ്, നിസ്സാരമായതാണ്, അല്ലെങ്കിൽ എളുപ്പത്തിൽ പെട്ടെന്ന് തങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലാത്ത രീതിയിൽ ചെയ്ത് ജീവിക്കുവാൻ കഴിയുന്ന ഉപദേശങ്ങളെയാണ് അവർ ആവശ്യപ്പെടുവാനിടയാകുന്നത്. എത്രയോ സന്ദർഭങ്ങളിൽ നമ്മുടെയും ചെവികളിൽ മുഴങ്ങി കേട്ടിട്ടുണ്ട്, ഉപദേശത്തിൻ്റെ കാഠിന്യം ഞങ്ങൾക്കൊക്കത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോടുകൂടെ വരത്തില്ല എന്ന് പറയുന്ന ഒരനുഭവം എത്രയോ സന്ദർഭങ്ങളിൽ മുഴങ്ങി കേൾക്കുവാൻ നമുക്കുമിടയായിട്ടുണ്ട്. ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, ആ വിധമായി ദൈവത്തിൻ്റെ ശ്രേഷ്ഠമേറിയ ദൈവത്തിൻ്റെ ഉന്നതമായ വിശേഷമായ ഉപദേശങ്ങൾക്ക് ചെവി കൊടുപ്പാൻ താല്പര്യപ്പെടാതെ ഉപദേശത്തിൽ വെള്ളം ചേർത്ത് ലഘൂകരിച്ച് അങ്ങനെയുമാകാം ഇങ്ങനെയുമാകാം അതുമാകാം ഇതുമാകാം ഏതായാലും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന
പറയുന്ന ആ അഴുവഴുപ്പുള്ളതായ രീതിയിൽ ഉപദേശിക്കുന്ന ഉപദേശങ്ങളുടെ പിന്നാലെ പോകുന്നവരായി തീരുവാൻ നമുക്കിടയാകരുത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നാം ശ്രദ്ധിക്കുമ്പോൾ മറ്റുള്ളവർ യേശുവിൻ്റെ ഉപദേശം കഠിനമാണെന്ന് പറഞ്ഞപ്പോൾ അപ്പസ്തോലന്മാർ പറയുന്ന ഒരു വാക്കുണ്ട്, കർത്താവേ, ഇത് കഠിന ഉപദേശമല്ല, പിന്നെയോ ഇത് നിത്യജീവന്റെ മൊഴികളാകുന്നു. നിത്യജീവന്റെ മൊഴികൾ കർത്താവേ അങ്ങയുടെ പക്കൽ മാത്രമേ ഉള്ളൂ, മറ്റൊരിടത്തും അതില്ല എന്ന് അവർ ധൈര്യമായി പറഞ്ഞുകൊണ്ട് അവസാനം വരെയും യേശുവിൻ്റെ ശബ്ദം കേട്ട് യേശുവിനെ പിൻഗമിക്കുന്നവരായി തീരുവാനിടയാകുന്നു. അതെ ദൈവമക്കളെ, യേശുവിനെ പിൻഗമിക്കുന്ന യേശുവിൻ്റെ ആടുകളുടെ വിശേഷത എന്ന് പറയുന്നത് അവർക്ക് യേശുവിൻ്റെ മൊഴികൾ തേൻമൊഴികളാണ്. അതൊരിക്കലും അവർക്ക് കഠിനമല്ല, അതൊരിക്കലും അവർക്ക് ദുർഗ്രഹ്യമായതല്ല, അതൊരിക്കലും അവർക്ക് പ്രാപിപ്പാനോ അനുസരിപ്പാൻ കഴിയാത്ത വണ്ണമുള്ളതല്ല, പിന്നെയോ അത് നിത്യജീവൻ്റെ മൊഴികളാണെന്ന് അവർ ധൈര്യമായി പറയത്തക്കതായി കാണപ്പെടുവാനിടയാകും. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 68-ാം വാക്യം. ശീമോൻ പത്രോസ് അവരോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് എന്ന് അവർ പറയുന്നു. അതെ, നിത്യജീവന്റെ വചനങ്ങൾ യേശുവിൻ്റെ പക്കൽ ഉണ്ടെന്ന് കണ്ടുകൊണ്ട് അവർ സ്ഥിരതയോട് യേശുവിനെ പിൻഗമിപ്പാനിടയാകുന്നു. അവരുടെ ജീവിതാവസാനം വരെ അവർ യേശുവിൻ്റെ വചനത്തിന് ചെവി കൊടുത്ത് യേശുവിനെ പിൻഗമിച്ചവരാണ്. അവർ മറ്റൊരുത്തേക്കും പോയില്ല, മറ്റാരുടെയും പിന്നാലെ പോയില്ല. എന്നാൽ അതിൻ്റെ മുകളിലത്തെ വാക്യം നാം ശ്രദ്ധിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയും, ഇത് കഠിന ഉപദേശമാണെന്ന് പറഞ്ഞുകൊണ്ട് പലരും യേശുവിനെ വിട്ട് പിൻവാങ്ങിപ്പോയി എന്നും യേശുവിനെ അവർ പിൻഗമിച്ചില്ല എന്നും വായിക്കുന്നു. ഇന്ന് നാം ശ്രദ്ധിക്കേണ്ടതായ കാര്യം, യേശുവിൻ്റെ ആടുകളാണ് നാം എന്ന് പറയപ്പെടണമെങ്കിൽ, അഥവാ നമ്മുടെ ജീവിതത്തിൽ യേശു നമുക്ക് നല്ല ഇടയനാണെന്ന് പറയുവാനിടയാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം പ്രായോഗികമാക്കി കാണിക്കേണ്ട കാര്യം, യേശുവിൻ്റെ ശബ്ദം കേട്ട് യേശുവിനെ തന്നെ പിൻഗമിക്കുന്നവരാകുവാനിടയാകണം. അവിടെയും ഇവിടെയും അലഞ്ഞ് ആ ഉപദേശവും കേട്ട് ഈ ഉപദേശവും കേട്ട് അങ്ങനെയും ഇങ്ങനെയും ഒക്കെ ജീവിക്കാമെന്ന് ആഗ്രഹിക്കുന്നവരാകരുത്. മാനുഷിക ഉപദേശങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും പ്രാധാന്യം കൊടുക്കാതെ കർത്താവിൻ്റെ ഉപദേശത്തിന്, ദൈവത്തിൻ്റെ ഉപദേശത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നവരായി തീരുവാൻ നമുക്കിടയാകണം. അഥവാ നാം കേൾക്കുന്നത് ദൈവത്തിൻ്റെ വചനങ്ങളാണോ യേശുവിൻ്റെ ഉപദേശമാണോ എന്ന് വ്യക്തത വരുത്തിക്കൊണ്ട് യേശുവിൻ്റെ വചനം കേട്ട് യേശുവിനെ പിൻഗമിപ്പാൻ ആഗ്രഹിക്കുന്നവരായി തീരുവാൻ നമുക്കിടയാകണം. എങ്കിൽ മാത്രമേ ദൈവം നമുക്കിടയനാകത്തുള്ളൂ. നമ്മുടെ കർത്താവ് നമുക്ക് നല്ല ഇടയനായിരിക്കാൻ ഇടയാകത്തുള്ളൂ. പലരുടെയും ജീവിതത്തിൽ ദൈവമക്കളെ അങ്ങനെ കേട്ടാലും ശരി, ഇങ്ങനെ കേട്ടാലും ശരി, അത് പറഞ്ഞാലും ശരി, ഇത് പറഞ്ഞാലും ശരി, എല്ലാത്തിനും ഏറാൻ മൂളിക്കൊണ്ടല്ലെങ്കിൽ ആമേൻ ആമേൻ മൂളിക്കൊണ്ട് വ്യർത്ഥമായി മുൻപോട്ട് പോകുന്ന എത്രയോ ദൈവമക്കളുണ്ട്. എന്താണെന്നോ ഏതാണെന്നോ ശരിയാണോ തെറ്റാണെന്നോ ഒന്നും ചിന്തിക്ക പോലും ചെയ്യാതെ എന്ത് ആര് പറഞ്ഞാലും എല്ലാറ്റിനും ഇൻകുലാബ് സിന്ദാബാദെന്ന് സിന്ദാബാദ് വിളിക്കുന്നവരെ പോലെ. മറ്റൊരു സംഭവം ഞാൻ കേട്ട കാര്യം പെട്ടെന്ന് ഓർത്തു പോയത് കൊണ്ട് അത് പറഞ്ഞതാണ്. അത് പൊതുവിൽ പറയാത്ത യോഗ്യമായി അറിഞ്ഞുകൂടാ എങ്കിലും മുദ്രാവാക്യം വിളിച്ചു കൊടുത്ത ഒരു വ്യക്തി താൻ വിളിച്ചു പറയേണ്ട മുദ്രാവാക്യത്തെ നേർവിപരീതമായ അനുഭവത്തിലാണ് മുദ്രാവാക്യം വിളിച്ചു പറഞ്ഞു കൊടുത്തത്. കൂടെ പിൻവലിക്കുന്ന ഏഴകളായ മനുഷ്യർ അവർ ഉടനെ തിരിച്ചു വിളിച്ചു പറഞ്ഞു, അങ്ങനെ തന്നെ സിന്ദാബാദ് എന്ന്. കേട്ട പുറത്ത് നിൽക്കുന്നവരൊക്കെ ചിരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് വിളിച്ചു പറയും ചിന്തിക്കുന്നത് പറഞ്ഞത് എന്താണെന്ന് ശ്രദ്ധിക്കുവാനിടയായത്. വെറും തിരിഞ്ഞ് അല്ലെങ്കിൽ വാക്കുകൾ വിപരീതമായി വന്നിട്ട് തങ്ങൾ ആഗ്രഹിക്കുന്നതിന് വിപരീതമായ അർത്ഥമുള്ള ഒരു മുദ്രാവാക്യമാണ് ആ വ്യക്തി വിളിച്ചു പറവാനിടയായത്. അത് കേട്ട് അറിവില്ലാത്ത ജനങ്ങളൊക്കെ കൂടി ഒരുമിച്ച് കൈ ഉയർത്തി ശബ്ദമായി പറഞ്ഞു, അങ്ങനെ തന്നെ സിന്ദാബാദ്. നമ്മളും അങ്ങനെയല്ല ദൈവമക്കളെ. ശുശ്രൂഷകർ നമ്മുടെ മുൻപിൽ വന്ന് നമുക്ക് ഉപദേശങ്ങളെ നൽകുമ്പോൾ കൊർന്നല്യോസ് പറയുന്നൊരു വാക്കുണ്ട്, കർത്താവ് നിന്നോട് കൽപ്പിച്ചത് കേൾക്കുവാനാണ് ഞങ്ങളിവിടെ കൂടി വന്നിരിക്കുന്നതെന്ന്. നാം പറയുന്നത് എന്താണ്? ഉപദേശി പറയുന്നത് എന്താണോ അതെല്ലാം ഞങ്ങൾ കേൾക്കുവാൻ ഒരുക്കമുള്ളവരായിരിക്കുന്നു എന്ന്. അത് ദൈവത്തിൽ നിന്നുള്ളതാണോ ദൈവികമാണോ എന്നൊന്നും നമുക്ക് ചിന്തയില്ല, നമുക്കൊരു വിചാരവുമില്ല, ഒരാവശ്യവുമില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ട് ഞങ്ങളൊക്കെ കേട്ടോളാം, ഞങ്ങൾക്കാകുമെങ്കിൽ, ഞങ്ങൾക്ക് ഏറ്റതാണെങ്കിൽ ഞങ്ങൾ അനുസരിച്ചോളാം
മാത്രമല്ലത്, അത് ഞങ്ങൾ അനുസരിക്കേണ്ടതാണോ, അത് യഥാർത്ഥമായി ദൈവത്തിൻ്റെ ഉപദേശമാണോ, അത് അങ്ങനെ തന്നെയാണോ എന്നൊന്നും പരിശോധിക്കാതെയാണ് പല ദൈവമക്കളും മുൻപോട്ട് പോകുന്നത്. ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, അന്യത ഉപദേശിക്കുന്നവർ ഏത് കാലത്തും ഏത് സന്ദർഭത്തിലും ദൈവസഭയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് സത്യം. ദാവീദ് ദൈവത്തിൻ്റെ പ്രിയ മനുഷ്യനായിരുന്നിട്ടും പിശാച് മനസ്സിൽ തോന്നിച്ചിട്ട് ജനത്തെ എണ്ണുവാൻ ഇടയാക്കിയ നിമിത്തം ശിക്ഷ കിട്ടിയത് ജനത്തിനാണ് കേട്ടോ. ജനം അനുസരിച്ചതേ ഉള്ളൂ. പേർവഴി ചാർത്തുവാൻ ദാവീദ് കൽപ്പിച്ചപ്പോൾ എല്ലാ ഉദ്യോഗസ്ഥരുടെയും മുൻപാകെ വന്ന് ദൈവമക്കൾ തങ്ങളുടെ പേരുവഴികളൊക്കെ ചാർത്തി ഇസ്രായേലിന്റെ പാരമ്പര്യപ്രകാരം ക്രമപ്രകാരം നമ്പർ കൊടുക്കുവാനൊക്കെ പോയി. പക്ഷേ നമുക്കറിയാം ശിക്ഷയുണ്ടായത് ആർക്കാണ്? ദൈവജനത്തിനാണ്. കൽപ്പിച്ചതാരാണ്? ദാവീദാണ്. എങ്ങനെയാ കൽപ്പിച്ചത്? പിശാച് തോന്നിച്ചിട്ടാണ് കൽപ്പിച്ചത്. അത് തെറ്റാണെന്ന് പലരും പറഞ്ഞെങ്കിലും എനിക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാതെ ഭക്തനായ ദാവീദ് പിശാചിന്റെ തോന്നലിൽ കൽപ്പന കൊടുക്കുവാൻ ഇടയാകുന്നു. ശിക്ഷയേറ്റത് ജനങ്ങളാണ്, ദൈവമക്കളെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം. നാം നല്ല ഇടയനായ യേശുവിനെ പിൻഗമിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതലാണ് നാമെങ്കിൽ, അഥവാ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നല്ല ഇടയനായി തീരുവാൻ നാം ആഗ്രഹിക്കുന്നെങ്കിൽ നാം കേൾക്കുന്നതിനെ ഒന്ന് പരിശോധിക്കുന്നവരായി തീരുവാൻ നമുക്കിടയാകണം. അതങ്ങനെ തന്നെയോ എന്ന് തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നവരായി തീരുവാൻ നമുക്കിടയാകണം. നാം അപ്പസ്തോല പ്രവൃത്തികളിൽ പഠിക്കുമ്പോൾ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയും, തെസ്സലോനിക്കയിലുള്ളവർ ബെരോവയിലുള്ളവരെക്കാൾ ഉത്തമരായിരുന്നു എന്നാണ്. അവർ ഹൃദയപരമാർത്ഥതയോട് ദൈവത്തിൻ്റെ വചനത്തെ, ഉപദേശത്തെ കേട്ടുകൊള്ളുക മാത്രമല്ല ചെയ്തത്, അവർ വീട്ടിൽ പോയി ദിനം പ്രതി അതങ്ങനെ തന്നെയാണോ, അത് തിരുവെഴുത്തിന് ഏറ്റവണ്ണമുള്ളതാണോ, ദൈവിക ഉപദേശങ്ങൾക്ക് ഏറ്റവണ്ണം ദൈവവചനത്തിൽ പറയപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെയാണോ ഈ പ്രബോധനം ഞങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് ദിവസവും അവർ പരിശോധിച്ചു എന്നാണ്. അപ്പോസ്തല പ്രവൃത്തി 17:11 വാക്യം. അവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു വന്നു. നമ്മുടെ ജീവിതത്തിൽ ആ നിലയിൽ പരിശോധിക്കുന്ന എത്ര പേരുണ്ട്? കേൾക്കുന്ന ഉപദേശത്തെ കണ്ണും പൂട്ടി വിശ്വസിച്ച് അങ്ങനെ തന്നെ സിന്ദാബാദ് പറയുന്നവരായിരിക്കാതെ അതങ്ങനെ തന്നെയാണോ എന്ന്, ആ കേട്ടത് ശരിയാണോ, വ്യക്തമായതാണ്, തിരുവെഴുത്തിൻ പ്രകാരം ഉള്ളതാണോ എന്ന് പരിശോധിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ഇവിടെ ഇരിക്കുന്ന പലരുടെയും ജീവിതാനുഭവത്തിച്ചാൽ ഈ ചെവിയിലൂടെ നന്നായി കേൾക്കും. അതൊക്കെ ഈ ചെവിയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ, മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോൾ എന്താ കേട്ടതെന്ന് ചോദിച്ചാൽ കൈമലർത്തുന്ന അനുഭവമാണ് പലരുടെയും ജീവിതത്തിൽ. ചില പ്രിയപ്പെട്ടവരൊക്കെ ഉത്സാഹിച്ചിരുന്ന് എഴുതിയെടുക്കുന്നുണ്ട്. മറ്റു പലരും ശ്രദ്ധിക്കുന്ന പോലും ചെയ്യാതിരിക്കുമ്പോൾ ചില പ്രിയപ്പെട്ടവർ ഉത്സാഹിച്ചിരുന്ന് എഴുതിയെടുക്കുന്നുണ്ട്. പക്ഷേ വീട്ടിൽ കൊണ്ടുപോയി പരിശോധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ദൈവമക്കളെ, നാം ഉത്തമ ആടുകളായിരിക്കാൻ, അഥവാ യഥാർത്ഥമായി യേശുവിനെ പിൻഗമിക്കുന്ന യേശുവിൻ്റെ ആടുകളായി യേശു നമുക്ക് നല്ല ഇടയനായിരിക്കാൻ ഇടയാകണമെങ്കിൽ യേശുവിൻ്റെ ശബ്ദം കേട്ടാൽ മാത്രം പോരാ, ആ കേൾക്കുന്നത് യേശുവിൻ്റെ ശബ്ദം തന്നെയാണ് എന്ന് ഒന്ന് ഉറയ്ക്കുവാൻ നമുക്കിടയാകണം. അതങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നവരാകണം നമ്മുടെ ജീവിതത്തിൽ. സഹോദരങ്ങളെ, ആ ഒരു അനുഭവത്തിലേക്ക് നാം വന്നെങ്കിൽ മാത്രമേ നാം ആഗ്രഹിക്കുന്ന നിലയിൽ കർത്താവ് നമുക്ക് നല്ല ഇടയനായി തീരുവാനിടയാകത്തുള്ളൂ. എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് ചിന്തകളൊക്കെ ഞാനിങ്ങനെ സ്വരൂപിച്ച് എഴുതി കുറിച്ചുണ്ടാക്കി, ആ ചിന്തകൾക്ക് ഏറ്റവണ്ണമുള്ള ചില വചനങ്ങളൊക്കെ എടുത്തു വെച്ച് ഞാൻ നിങ്ങളോടൊരു പ്രസംഗിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ മാനുഷിക ബുദ്ധിയിലും അത് ശരിയാണെന്ന് തോന്നിയെന്നിരിക്കും. നാളെ നിങ്ങൾ ആ ഉപദേശത്തിന് ഏറ്റവണ്ണം നിങ്ങൾ ജീവിപ്പാൻ തുടങ്ങുമ്പോൾ സത്യത്തിൽ നിങ്ങൾ യേശുവിൻ്റെ ശബ്ദം കേട്ട് അനുഗമിക്കുന്നവരാണോ, അതോ എൻ്റെ ചിന്താഗതിക്ക് ഏറ്റവണ്ണം, എൻ്റെ കാഴ്ചപ്പാടിനേറ്റവണ്ണം ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ അനുസരിച്ച് മുൻപോട്ട് പോകുന്നതിനാൽ നിങ്ങൾ എന്നെയാണോ പിൻപറ്റുന്നത്? ചിന്തിക്കണം കേട്ടോ. നിങ്ങളൊരു പക്ഷേ എൻ്റെ ഉപദേശം കേട്ട് ഞാൻ പറയും നിങ്ങൾക്ക് യോഗ്യമായി തോന്നി, നിങ്ങളത് പിൻഗമിപ്പാൻ ഇടയാകുമ്പോൾ അതൊരു പക്ഷേ ദൈവവചനത്തിന് ഏറ്റവണ്ണമല്ല എങ്കിൽ, അഥവാ യേശുവിൻ്റെ ഉപദേശമല്ല എങ്കിൽ സംഭവിക്കുന്നത് എന്താണ്? നിങ്ങൾ യേശുവിൻ്റെ
വഴി വിട്ട് അല്ലെങ്കിൽ യേശുവിനെ പിൻഗമിക്കുന്നത് വിട്ട് അന്യനായൊരുത്തൻ്റെ പിന്നാലെ പോകുവാൻ ഇടയാകുമെന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത്, കേൾക്കുന്ന വചനം ശ്രദ്ധയോടെ കൈക്കൊള്ളുക മാത്രം ചെയ്താൽ പോരാ, പിന്നെയോ അത് അങ്ങനെ തന്നെയോ എന്ന് വ്യക്തതയോട് പരിശോധിപ്പാൻ ഇടയാകണം ദൈവമക്കളെ. ആകയാൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇവിടെ ഇങ്ങനെ അലസതയോടെ ഇരുന്ന് യാതൊരു ചിന്തയും വിചാരവുമില്ലാതെ ഉദാസീനതയോടെ ഇരുന്ന് ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരുപക്ഷെ യേശുവിൻ്റെ ആടുകളാണെന്ന് ചിന്തിക്കുമായിരിക്കും. പക്ഷേ സംശയിക്കേണ്ടിയിരിക്കുന്നു, നിങ്ങളുടെ ഇടയൻ യേശു തന്നെയാണോ? നിങ്ങൾ യേശുവിൻ്റെ വചനം കേൾപ്പാൻ ആഗ്രഹിച്ച് യേശുവിൻ്റെ ശബ്ദം കേട്ടതനുസരിച്ച് ജീവിപ്പാൻ ഉത്സാഹിച്ച് വന്നിരിക്കുന്നവരാണോ? കൊർന്നല്യോസ് തൻ്റെ ഭവനക്കാരൊക്കെ കൂട്ടി വരുത്തി തൻ്റെ ഭവനത്തിൽ കൂടി വന്നിരുന്ന് പത്രോസിനെ കാത്തിരിക്കുന്ന ഒരു അനുഭവം നാം അപ്പസ്തോല പ്രവൃത്തിയിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ വന്നതായ പത്രോസിനോട് കൊർന്നല്യോസ് പറയുന്നൊരു വേദഭാഗം നമുക്കറിയാം, നീ വന്നത് ഉപകാരം, ദൈവം നിന്നോട് കൽപ്പിച്ചത് കേൾക്കുവാൻ ഞങ്ങൾ ഇവിടെ ദൈവസന്നിധിയിൽ കൂടി വന്നിരിക്കുന്നു എന്നാണ്. ദൈവം കൽപ്പിച്ചത് കേൾക്കുവാനാണ് ഞങ്ങൾ കൂടി വന്നിരിക്കുന്നത്. പത്രോസിന്റെ മുൻപിൽ അല്ല ഞങ്ങൾ കൂടി വന്നിരിക്കുന്ന, പിന്നെയോ ദൈവത്തിൻ്റെ മുൻപിലാണ്. ഈ കാഴ്ചപ്പാടെയാണോ ദൈവമക്കളെ നാം ദൈവസന്നിധിയിൽ വരുന്നത്? ഇത് നമ്മുടെ ഇടയിൽ പൊതുവെ കാണപ്പെടുന്ന ഒരു ക്രമീകരണമുണ്ട്. നല്ല പ്രാസംഗികരാണെങ്കിൽ, വിശേഷാൽ നല്ല പ്രാസമൊക്കെ ഒപ്പിച്ച് നല്ല കഥകളൊക്കെ പറഞ്ഞ് നമ്മെ സന്തോഷിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ല പ്രാസംഗികരാണെങ്കിൽ നാം ഇടിച്ചു കയറുവാനിടയാകും പ്രസംഗം കേൾക്കുവാൻ, ഇല്ലേ? ഏതോ ഒരു പാവപ്പെട്ട സഹോദരൻ, എനിക്കത്ര വാക്ചാതുര്യവും കഴിവൊന്നുമില്ലെങ്കിലും ആത്മാവിൽ ഉണർന്ന് ആത്മാവിൻ്റെ ശക്തിയോട് തിരുവെഴുത്ത് പറയുമ്പോൾ അതിൽ കഥയോ വാക്ചാതുര്യങ്ങളോ അല്ലെങ്കിൽ പ്രാസങ്ങളോ ഒന്നുമില്ല. താൻ വ്യക്തതയോടെ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു പോകുമ്പോൾ നമുക്കത് ബോറടിച്ചിട്ട് നാം അത് തള്ളിക്കളയുന്നവരായി തീരുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ലേ? ഇതൊക്കെ നമ്മെ യേശുവെന്ന ഇടയനിൽ നിന്ന് അന്യപ്പെടുത്തുന്നതാണെന്ന് നാം ഉണരുവാനിടയാകട്ടെ. ആകയാൽ ദൈവസന്നിധിയിൽ കൂടി വരുമ്പോഴൊക്കെയും ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾക്കുവാൻ, ആലോചന കേൾക്കുവാൻ നാം ദൈവസന്നിധിയിൽ വരുമ്പോഴൊക്കെയും നമുക്കൊരു പ്രാർത്ഥനയുണ്ടായിരിക്കണം. എന്താണ് ആ പ്രാർത്ഥന? ഞാൻ ദൈവം കൽപ്പിക്കുന്നത് കേൾക്കുവാൻ ദൈവസന്നിധിയിൽ കൂടി വന്നിരിക്കുന്നു എന്നൊരു പ്രാർത്ഥന. അങ്ങനെ ഒരു പ്രാർത്ഥനയോട് നാം കൂടി വരുന്നെങ്കിൽ പ്രാസംഗികൻ എന്തും പ്രസംഗിക്കട്ടെ, അല്ലെങ്കിൽ കഴിവുള്ളവനോ കഴിവില്ലാത്തവനോ അവൻ്റേതായ രീതിയിൽ പ്രസംഗിക്കട്ടെ. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ രക്ഷ വരുത്തുവാൻ ആർക്ക് കഴിയുമെന്നാണ്? ദൈവത്തിന് കഴിയുമെന്നാണ്. അങ്ങനെയെങ്കിൽ നാം ചിന്തിക്കുന്ന നിലയിൽ, നാം ആഗ്രഹിക്കുന്ന നിലയിൽ ഒന്നും പ്രസംഗം ആയില്ലായിരിക്കാം, അല്ലെങ്കിൽ നമുക്കത് ഭോഷത്വമായി തോന്നുന്നതായിരിക്കാം. പക്ഷേ ദൈവത്താൽ വരുന്ന ഉപദേശമാണെങ്കിൽ, ദൈവം കൽപ്പിച്ചിട്ട് ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം സഭയ്ക്ക് കൊടുക്കപ്പെടുന്ന ദൂതാണ് ആ അനുഭവം എങ്കിൽ തീർച്ചയായിട്ടും ദൈവമക്കളെ, അതിനാൽ നമുക്ക് ആത്മീക വർധനവുണ്ടാകുവാനിടയാകും. അതിനാൽ നമുക്ക് ദൈവിക ജീവനുണ്ടാകുവാനിടയാകും. അതാണ് സത്യം. അങ്ങനെയെങ്കിൽ നാം ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾക്കുവാൻ ആലോചനയ്ക്കായി കൂടി വരുമ്പോൾ, അഥവാ യേശുവിൻ്റെ ശബ്ദം കേട്ട് യേശുവിനാൽ നടത്തപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ആളുകളായി, യേശു എൻ്റെ ഇടയനാണെന്ന് ധൈര്യമായി പറയുവാൻ ഇടയാകുന്ന ഒരവസ്ഥ നാം ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവസന്നിധിയിൽ കൂടി വരുമ്പോഴൊക്കെ നമുക്കൊരു പ്രാർത്ഥനയുണ്ടായിരിക്കണം. കർത്താവേ, അവിടുത്തെ ശബ്ദം കേൾക്കുവാൻ, അവിടുന്ന് കൽപ്പിച്ചത് കേൾക്കുവാൻ ഞാൻ കർത്താവേ അങ്ങയുടെ പാദപീഠത്തിലായിരിക്കുന്നു, എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലാണ് ഞാൻ ആയിരിക്കുന്നത്. ആകയാൽ എന്നോട് സംസാരിക്കണമേ, അങ്ങയുടെ ശബ്ദം എന്നെ കേൾപ്പിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായി തീരുവാനിടയാകണം. ശമൂവേൽ ബാലന് ഏലി പറഞ്ഞു കൊടുത്തൊരു നല്ല ബുദ്ധിപദേശം നമുക്കറിയാം. പല പ്രാവശ്യം ദൈവം വന്ന് ശമൂവേൽ ബാലനെ വിളിച്ചു. പക്ഷേ ശമൂവേൽ ബാലന് പരിചയമില്ല, അറിഞ്ഞുകൂടാ ആരാ തന്നെ വിളിക്കുന്നെന്ന്. തനിക്ക് ആകെ പരിചയമുള്ളത് ഏലി പുരോഹിതനെയാണ്, താനാണ് തന്നെ വിളിക്കാറ്. ഇടയ്ക്കിടയ്ക്കിടാ ശമൂവേലടാ ശമൂവേലയുടെ ശമൂവേൽ എന്നിങ്ങനെ വിളിക്കാറുള്ള വിളിയുടെ ശബ്ദം കേട്ടിട്ടുണ്ട്. ചില കാര്യം ചെയ്യിക്കാനൊക്കെ വിളിക്കുന്നതാണ്. ഈ ശബ്ദം കേട്ട് പഴകിയതായ ശമൂവേൽ ബാലൻ ദൈവം വിളിച്ചപ്പോഴും ഓടിയത് ഏലിയുടെ അടുക്കിലേക്കാണ്. പക്ഷേ ഏലി പറഞ്ഞു കൊടുത്തു, മോനെ, ഇനി നിന്നെ വിളിച്ചാൽ നീ പറയണം, അടിയനിതാ, അടിയൻ കേൾക്കുന്നു എന്ന് പറവാനിടയാകണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അടിയനിത് ദൈവമേ, അടിയൻ കേൾക്കുന്നു, അടിയനോട് അരുളി ചെയ്യണമേ എന്ന് പറഞ്ഞപ്പോഴാണ്
ദൈവത്തിൻ്റെ അരുളപ്പാട് ശമൂവേൽ ബാലനുണ്ടായത്. ഏലിയുടെ അടുക്കിലേക്ക് ഓടിയാൽ ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടത്തില്ല ദൈവമക്കളെ. മാനുഷിക ശബ്ദത്തിന് ചെവി കൊടുത്ത്, മാനുഷിക ആലോചനയ്ക്ക് ചെവി കൊടുത്ത്, പ്രാസമൊപ്പിച്ചും വിശേഷപ്പെട്ട നിലയിലുമൊക്കെ പ്രസംഗിക്കുന്ന പ്രസംഗം ആഗ്രഹിച്ചുകൊണ്ട് അവരുടെ പിന്നാലെ നാം ഓടിയാൽ ഒരിക്കലും നമുക്ക് യേശുവിൻ്റെ ആലോചന കേൾപ്പാൻ കഴിയുകയില്ല, യേശുവിൻ്റെ ശബ്ദം കേൾക്കുവാൻ കഴിയുകയില്ല. പകരം അടിയനോട് അരുളി ചെയ്യണമേ, കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ അങ്ങയുടെ ആടായി ഞാൻ അങ്ങയുടെ പാദപീഠത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുമെങ്കിൽ ദൈവം നമ്മോട് സംസാരിപ്പാനിടയാകും. സങ്കീർത്തനങ്ങളിൽ ദൈവം നമ്മോട് പറയുന്നത് എന്താണ്? വ്യക്തമായി ദൈവം നമ്മോട് പറയുന്നുണ്ട്, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്കാലോചന പറഞ്ഞു തരും, ഞാൻ നിനക്ക് ബുദ്ധി ഉപദേശിച്ച് നീ നടക്കേണ്ടുന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചു തരും. 32-ാം സങ്കീർത്തനം 8-ാം വാക്യം. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ആകയാൽ ദൈവമക്കളെ, യേശു നമ്മുടെ ഇടയനായി തീരണമെങ്കിൽ നാം യേശുവിനോട് പ്രാർത്ഥിച്ചിട്ട് ഈ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. യേശു നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച് നമുക്ക് ആലോചന പറഞ്ഞു തരണം. യേശു നമ്മെ ഉപദേശിച്ചിട്ട് നടക്കേണ്ടുന്ന വഴി നമുക്ക് കാണിച്ചു തരണം. അങ്ങനെ യേശുവിൻ്റെ ശബ്ദം കേട്ട് യേശുവിനെ പിൻഗമിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ യേശു ഇടയനായ തൻ്റെ ആടുകൾ എന്ന് പറയുന്നത്. ആകയാൽ ആ ഒരു അനുഭവത്തിലേക്ക് ദൈവമക്കളെ നമ്മുടെ ജീവിതത്തെ കൊണ്ടുവരുവാൻ നമുക്കിടയാകട്ടെ. ഇനിയും കുറച്ചുകൂടെ ആഴമായി നാം ചിന്തിക്കുമ്പോൾ യേശുവിൻ്റെ ശബ്ദം നന്നായി കേൾക്കുന്നവരാണ്, അതിനുവേണ്ടി ആഗ്രഹത്തോടെ കാത്തിരുന്ന് പ്രാർത്ഥിച്ചൊരുങ്ങി യേശുവിൻ്റെ ശബ്ദം കേൾക്കുന്നവരാണ്. പക്ഷേ അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ ആഗ്രഹിക്കാത്തവരായി, അതിൻ പ്രകാരം ജീവിക്കുന്നവരായി തീരാത്തവരായാൽ എന്താ വിശേഷത? എന്തെങ്കിലും വിശേഷതയുണ്ടോ സഹോദരങ്ങളെ? മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കർത്താവ് 2 കൂട്ടരെ കാണിക്കുന്നുണ്ട്. ഒരു കൂട്ടർ ബുദ്ധിയുള്ളവരെന്ന് പറയുന്നു നമ്മുടെ മലയാളം ബൈബിളിൽ, മറ്റേ കൂട്ടർ ബുദ്ധിയില്ലാത്തവരെന്ന് പറയുന്നില്ല. മറ്റ് ഭാഷാന്തരം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും അവർ മൂഢരാണ്, ബുദ്ധിയില്ലാത്തവരാണെന്ന് അവരെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. ഒരു കൂട്ടർ ബുദ്ധിയുള്ളവരും മറ്റൊരു കൂട്ടർ ബുദ്ധിയില്ലാത്തവരും. ഇവരുടെ പൊതുവായ താദാത്മ്യ സാദൃശ്യം എന്താണെന്ന് ചോദിച്ചാൽ ആർക്കെങ്കിലും പറയാമോ? എന്താണ് ഇവരുടെ പൊതുവായുള്ള യോഗ്യത? 2 കൂട്ടരും കർത്താവിൻ്റെ വചനം കേൾക്കുന്നവരാണ്. അയ്യോ, നല്ല ആടുകളാണ്, നല്ല ആടുകളായിരുന്ന് ഇടയന്റെ ശബ്ദം കേൾക്കുന്നവരാണ്. യേശു തങ്ങളുടെ ഇടയനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് യേശുവിൻ്റെ മുൻപിലിരുന്ന് യേശുവിൻ്റെ വചനങ്ങളെ കേൾക്കുന്നവരാണ്. പക്ഷേ യേശു ഇവർ 2ആയി തിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് തിരിക്കുന്നത്? ഒരു കൂട്ടരെ ബുദ്ധിയുള്ളവരെന്നും മറ്റൊരു കൂട്ടരെ ബുദ്ധിയില്ലാത്തവരെന്നും തിരിക്കുവാനിടയാകുന്നു. ആരാണ് ബുദ്ധിയുള്ളവർ? ആരാണ് ബുദ്ധിയുള്ളവർ? പലരും പറയുന്നൊരു മറുപടി ഉണ്ട്. എന്താണ്? പാറമേൽ വീട് പണിത മനുഷ്യനാണെന്ന്. തെറ്റാണ് കേട്ടോ അത്. പകരം ആരാണ് ബുദ്ധിയുള്ളവൻ? യേശുവിൻ്റെ വചനം കേട്ട് അതിൻ പ്രകാരം ജീവിക്കുന്നവനാണ്, അതിൻ പ്രകാരം പ്രവർത്തിക്കുന്നവനാണ് ആര്? ബുദ്ധിയുള്ളവൻ. അവനെ സാദൃശ്യപ്പെടുത്തുന്നതാണ് ഇതിനോട് പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനെന്ന്. ലൂക്കോസ് വിശേഷത്തിലേക്ക് നാം ശ്രദ്ധിക്കുമ്പോൾ അവിടെ അതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? ആ ബുദ്ധിയുള്ള മനുഷ്യൻ ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിതു എന്നാണ്. ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിടും. വീട് പണി നമുക്കറിയാം. നാം സാധാരണഗതിയിൽ വീട് പണിയുമ്പോൾ മേൽ മണ്ണിൻ മുകളിലല്ല വീട് പണിയുവാൻ ഇടയാകുന്നത്. പിന്നെയോ വാനം തോണ്ടി കുഴിയെടുത്ത് ആ ഉറപ്പുള്ള മണ്ണിലേക്കൊന്ന് ഇറങ്ങിയിട്ട് ചെങ്കല്ലോ അല്ലെങ്കിൽ മറ്റ് ഉറപ്പുള്ള അനുഭവത്തിലേക്ക് വന്ന ശേഷമാണ് നാം അതിന്മേൽ കരിങ്കല്ല് കെട്ടി തറ കെട്ടി വീട് പണിയുവാനിടയാകുന്ന അടിസ്ഥാനം ഇടുന്നത്. ഇവിടെ അങ്ങനെയാണ് വായിക്കുന്നത്. എന്താണ്? ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ടു എന്നാണ് ലൂക്കോസ് സുവിശേഷം 6:48. ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യൻ. ഇതാണ് ദൈവമക്കളെ യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള ഒരു മനുഷ്യന്റെ അനുഭവം. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ക്രിസ്തുവാകുന്ന പാറമേൽ നാം നമ്മുടെ അടിസ്ഥാനം ഇടുവാൻ, അഥവാ ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ നമ്മുടെ ജീവിതം പണിതുയർത്തുവാൻ തക്കവണ്ണം നമുക്കിടയാകേണ്ടതിന് തീയാൽ വെന്തുപോകുന്ന വസ്തുക്കളെ കൊണ്ട് പണി ചെയ്യുന്നവരായി തീരരുത്. ദൈവ
ദൈവവചനപ്രകാരം നിലനിൽക്കുന്ന പ്രവൃത്തികളെ ചെയ്തുകൊണ്ട് നാം ജീവിതത്തെ കെട്ടിപ്പോക്കുവാൻ നമുക്കിടയാകണം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യേശുവിൻ്റെ വചനം കേട്ട് ചെയ്യുന്നവരായി തീരുവാൻ ഇടയാകണം. യേശുവിൻ്റെ വചനം കേട്ടും ചെയ്യാത്തവരെ കുറിച്ച് നാം പഠിക്കുമ്പോൾ അവരുടെ വീട് പണി ഇടിഞ്ഞു പോകുന്നതായി, വീണു പോകുന്നതായി, അതിൻ്റെ വീഴ്ച വലിയതാണ് എന്ന് പറയുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് പണിതുണ്ടാക്കുകയാണ്, പണിത് കൂട്ടുകയാണ്. ഇങ്ങനെ പണിത് വലിയ മനോഹരമായൊരു അമ്പരചുംബിയായ അനേക നിലകളുള്ള മനോഹരമായൊരു വീട് പണിത് ആശ്വസിക്കാനായി ഇങ്ങനെ കൈയും കാലും നീട്ടി ചാരുകസരിയിട്ട് വീടിൻ്റെ ഉമ്രപ്പടിക്കിൽ ഇരിക്കാൻ തുടങ്ങുമ്പോഴാണ് എന്തു വരുന്നത്? വൻമഴ ചൊരിഞ്ഞു, കാറ്റടിച്ചു, വെള്ളം പൊങ്ങി, വീടിന്മേൽ എന്താ സംഭവിച്ചത്? മണ്ണിന്മേൽ വീട് പണിതവൻ യേശുവിൻ്റെ വചനം കേട്ടും ചെയ്യാത്തവൻ്റെ ജീവിതം ഇടിഞ്ഞു വീഴുവാനിടയാകുന്നു. തീർന്ന ദൈവമക്കളെ, കഷ്ടപ്പെട്ടതൊക്കെ വൃഥാവായി, അധ്വാനം നഷ്ടമായി തീരുവാനിടയാകുന്ന ഒരനുഭവം. എന്നാൽ അപ്പുറത്ത് മറ്റൊരുത്തൻ നിപ്പുണ്ട്. അവൻ കഷ്ടപ്പെട്ട് ആഴെ കുഴിച്ച് പാറമേലാണ് വീട് പണിതത്. എഞ്ചിനീയർ കൊടുത്തിരിക്കുന്ന പ്ലാനിൽ നിന്ന് അണുവിട മാറാതെ എഞ്ചിനീയറാകുന്ന കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ആ യേശുവിൻ്റെ വചനത്തിൽ നിന്ന് അണുവിട മാറാതെ കൊടുക്കപ്പെട്ട പ്ലാനിനേറ്റവണ്ണം വ്യക്തതയോടെ അവൻ വീട് പണിത് പൂർത്തീകരിപ്പാനിടയാകുന്നു. അവന് സ്വസ്ഥമായി ഒന്നിരിക്കാൻ ആഗ്രഹിക്കുമ്പോഴാണ് അവൻ്റെയും ജീവിതത്തിൽ ഈ വെള്ളപ്പൊക്കം വരുവാനിടയാകുന്നത്. പക്ഷെ അവൻ പേടിച്ചില്ല, അവനൊരു പേടിയും തോന്നിയില്ല. കാരണം എന്താണ്? അവൻ്റെ വീട് ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് പണിതായതുകൊണ്ട് വീണുപോയില്ല എന്നാണ്, നിലനിന്നു എന്നാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മുടെ ജീവിതം ഏതവസ്ഥയിലായിരിക്കുന്നു? നാം എല്ലാവരും പണിയുന്നവരാണ്. മറ്റൊന്നിലയിൽ നാം ചിന്തിക്കുന്ന ചിന്തയോട് ചേർത്ത് നാം പഠിച്ചാൽ നാം എല്ലാവരും യേശുവിനെ പിൻഗമിക്കുന്ന യേശുവിൻ്റെ ആടുകളാണെന്നാണ്. പക്ഷേ നമുക്കൊരു വ്യത്യാസമുണ്ട് സഹോദരങ്ങളെ. നാം യേശുവിൻ്റെ വചനങ്ങളെ കേട്ട് അനുസരിക്കുന്നവരായൊരു കൂട്ടരായി മാറുന്നു, മറ്റൊരു കൂട്ടർ അനുസരിക്കാത്തവരായി കാണപ്പെടുവാനിടയാകുന്നു. ആടുകളെ നാം എടുക്കുമ്പോൾ ഈ രണ്ട് കൂട്ടം ആടുകളുമുണ്ട്, ഇല്ലേ? ആടുകളുടെ കൂട്ടത്തിൽ രണ്ട് കൂട്ടമാണ് പൊതുവെ വിവരിക്കപ്പെടുന്നത്. രണ്ട് കൂട്ടങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ചെമ്പരിയാട്, മറ്റൊന്ന് കോലാട്. പലസ്തീൻ നാട്ടിലുള്ള അധികമായ ആടുകളും ചെമ്പരിയാടുകളാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ സുലഭമായി കാണുന്ന ആടുകളാണ് ഏത്? കോലാടുകൾ എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്നവർ. അതുകൊണ്ട് തന്നെ നമുക്ക് ചെമ്പരിയാടുകളെ അത്ര പരിചയം വരത്തില്ല, പക്ഷെ കോലാടുകളെ നമുക്ക് വ്യക്തമായ പരിചയമുണ്ട്, അല്ലേ? എന്താണ് കോലാടിൻ്റെ വിശേഷത? ഇങ്ങോട്ടാട്ടിയാൽ അങ്ങോട്ട് പോകും, അല്ലേ? ഏത് എലത്തുമ്പ് കണ്ടാലും എന്തു ചെയ്യും? കയറി കടിക്കും. എങ്ങോട്ടും ഓടും, ഏത് വഴിക്കും പോകും. ആരുടെ പറമ്പ് കണ്ടാലും കൊള്ള, ഏത് വാഴത്തോപ്പ് കണ്ടാലും കൊള്ള, തിന്നാൻ കിട്ടുന്ന എന്തുണ്ടോ അതൊക്കെ തിന്ന് തോന്നിയോടത്തൂടെ ഒക്കെ നടക്കുവാനിടയാകും. അതിന് ഇടയനൊരു വിഷയമേ അല്ല. ഇടയൻ്റെ ശബ്ദത്തിന് വലിയ വിലയൊന്നുമില്ല. ഇടയൻ്റെ കൺട്രോളിലാണ് നിൽക്കുന്നത്. പക്ഷെ തനിക്ക് തോന്നിയ പോലെ ജീവിക്കുവാനിടയാകുകയാണ്. ഇടയൻ്റെ വാക്ക് കേട്ട് അതുപോലെ പോകുന്ന ഒരനുഭവമല്ല. എന്നാൽ ചെമ്പരിയാടിനെ നാം ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ആ ആടിനെ മുൻപ് നമുക്ക് നടത്തുവാനായിട്ട് ഇടയൻ ശബ്ദം കേൾപ്പിച്ച് ഇടയൻ മുമ്പേ നടന്നാൽ ഈ ചെമ്പരിയാടുകളൊക്കെ കൂട്ടമായി വരിവരിയായി ആ ഇടയൻ്റെ പിന്നാലെ പോകും. ഒന്നും ഇടത്തോട്ടോ വലത്തോട്ടോ തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ മാറിപ്പോകത്തില്ല. ഇടയൻ എവിടെ കൊണ്ടുപോയി നിർത്തുന്നു അവിടം വരെയും കൂട്ടമായി തന്നെ പോകുവാനിടയാകും. മേയാൻ വിട്ടാലും ആ വിടുന്ന സ്ഥലത്ത് നിന്ന് കൂട്ടമായി നിന്ന് മേയത്തേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചിതറി ഓടി പോകത്തില്ല. ഇതാണ് ചെമ്പരിയാടിൻ്റെ വിശേഷത. ആട് ഇടയൻ്റെ ശബ്ദം കേട്ട് ഇടയൻ പറയുന്നത് പോലെ അനുസരിക്കുന്ന അനുസരണമുള്ള ആടുകളാണ് ചെമ്പരിയാടുകൾ എന്ന് പറയുന്നത്. കോലാടുകൾ എന്ന് പറയുന്നത് ഇടയൻ ശബ്ദം കേൾപ്പിക്കും, പക്ഷേ അത് കേൾക്കുകയും ചെയ്യും. പക്ഷേ തങ്ങൾക്ക് ബോധിച്ച വണ്ണം തങ്ങൾക്ക് ബോധിച്ച പോലെ ജീവിക്കുന്നവർ, അവരുടെ ജീവിതത്തിൽ ദൈവമക്കളെ ഒരിക്കലും അവർ ഇടയന് ഏറ്റ ആടുകളായിരിക്കത്തില്ല എന്നുള്ളതാണ് സത്യം. നാം മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലാണ് പഠിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ വിഷയത്തോടനുബന്ധമായി
ബലപ്രകടനമായിട്ടല്ല എങ്കിലും നാം ഉണരുവാൻ നമുക്കിടയാകുന്ന ഒരു അനുഭവം നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ഇടയൻ തൻ്റെ ആടുകളെ വേർതിരിക്കുന്നത് പോലെ ചെമ്പരിയാടുകളെയും കോലാടുകളെയും വേർതിരിപ്പാനിടയാകുന്നു. ഈ കോലാടുകളും യേശുവിൻ്റെ ആടുകളാണെന്ന് നമുക്ക് ചിന്തിപ്പാൻ ഇടയാകുമെന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഈ കോലാടുകളെയൊക്കെയും കർത്താവ് നരകത്തിലേക്കാണ് പറഞ്ഞു വിടുവാനിടയാകുന്നത്. യേശുവിൻ്റെ ശബ്ദം കേട്ടും ചെയ്യാത്തവരെ കുറിച്ച് നാം തിരുവെഴുത്തിൽ വായിക്കുന്നത് അവരുടെ ജീവിതം വീണു പോകുവാനിടയായി എന്നാണ്, വീണ് തകർന്നു പോകുവാനിടയായി എന്നാണ്. ആകയാൽ ദൈവമക്കളെ, കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിലാണ് അത് നാം വായിക്കുമ്പോൾ പണിയുന്ന പണിയെക്കുറിച്ച് പറഞ്ഞിട്ട് ക്രിസ്തുവേശുവാകുന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ വീട് പണിയുന്ന അല്ലെങ്കിൽ പണി ചെയ്യുന്ന മനുഷ്യരുടെ അനുഭവം പറഞ്ഞിട്ട് പൊന്ന് വെള്ളി വിലയേറിയ കല്ല് മരം വൈക്കോൽ പുല്ല് എന്നിവ കൊണ്ട് പണിയുന്ന അനുഭവത്തെ നാം ഉണരുമ്പോൾ ആ പണികളെ രണ്ടായി തിരിക്കുവാനിടയാകുന്നുണ്ട്. ഒരു പണി നിലനിൽക്കുന്നതായി കാണപ്പെടുവാനിടയാകുന്നു, മറ്റൊരു പണി വെന്തുപോകുന്നതായി കാണപ്പെടുവാനിടയാകുന്നു. രണ്ടുപേരും പണിതത് എവിടെയാണ് ദൈവമക്കളെ? ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിന്മേലാണ്. ആ ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ വേറൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറയുമ്പോൾ ദൈവസഭയിൽ ദൈവമക്കളുടെ അടിസ്ഥാനം ക്രിസ്തുവാണ്, അഥവാ ക്രിസ്തുവിൻ്റെ വചനങ്ങളാണ്. പക്ഷേ ആ ക്രിസ്തുവിൻ്റെ വചനങ്ങളെ കേട്ട് അതിൻ പ്രകാരം ചെയ്യാത്തവരായി തങ്ങൾക്ക് ബോധിച്ചതുപോലെ തങ്ങളുടെ താല്പര്യങ്ങൾക്കും തങ്ങളുടേതായ ആഗ്രഹങ്ങൾക്കും ഏറ്റവണ്ണമൊക്കെ പ്രവർത്തിക്കുന്നവരായി തീരുമ്പോൾ അവർ യേശുവിൻ്റെ വചനം കേട്ടും ചെയ്യാത്തവരായി മാറുവാനിടയാകുന്നു. മറുഭാഗത്ത് ബുദ്ധിയുള്ളവർ യേശു എന്ത് പറയുന്നുവോ അതുപോലെ കേട്ട് അനുസരിക്കുന്നവരായി തീരുവാനിടയാകുന്നു. ശ്രദ്ധിക്കണേ, ഇവിടെ ആരാണ് യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ആടുകൾ? ചെമ്മരിയാടുകളാണോ അതോ കോലാടുകളാണോ? ആർക്കാണ് യഥാർത്ഥത്തിൽ യേശു ഇടയനാണെന്ന് പറയുവാനിടയാകുന്നത്? യേശു പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേട്ട് എന്നെ പിൻഗമിപ്പാനിടയാകുന്നു എന്ന്. ആകയാൽ യേശുവിൻ്റെ ശബ്ദം കേട്ടതുകൊണ്ടായില്ല ദൈവമക്കളെ യേശുവിനെ പിൻഗമിക്കുന്നവരാകുവാൻ, അഥവാ യേശു പറയുന്ന പോലെ ജീവിക്കുവാൻ ഉത്സാഹിക്കുന്നവരാകണം. യേശുവിൻ്റെ വചനങ്ങളെ കേട്ട് അതിൻ പ്രകാരം ജീവിക്കുന്നവരായി തീരുവാൻ നമുക്കിടയാകണം. കനാൻ ദേശം അവകാശമാക്കുവാൻ പോകുന്ന ഇസ്രായേൽ ജനത്തിന് കനാൻ ദേശത്തെ അവകാശമാക്കി കൊടുക്കുവാൻ നിയമിക്കപ്പെട്ട യോശുവയോട് ദൈവം പറയുന്ന ഒരു വാക്കുണ്ട്. 1-ാം അധ്യായം നാം ശ്രദ്ധിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ മോശ മുഖാന്തരം നിന്നോട് കൽപ്പിച്ച എൻ്റെ പ്രമാണങ്ങളെ വിട്ട് നീ എന്ത് ചെയ്യരുത്? ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് എന്ന് പറയും. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കുവാൻ നല്ല ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ശ്രദ്ധിക്കണം ദൈവമക്കളെ, ദൈവം നമ്മോട് കൽപ്പിക്കുന്ന വചനങ്ങളെ കേട്ട് അതിൻ പ്രകാരം പ്രവർത്തിക്കുവാൻ നീ വളരെ ശ്രദ്ധയുള്ളവനായി ജാഗ്രതയുള്ളവനായി ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക എന്നാണ്. അത് വിട്ട് എന്ത് ചെയ്യരുത്? ഇടത്തോട്ടും മാറരുത്, വലത്തോട്ടും മാറരുത്. നമ്മൾ നോക്കുമ്പോൾ ഇടത്ത് കുറച്ചുകൂടെ സൗകര്യമായിട്ടല്ലെങ്കിൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലൊക്കെ ജീവിച്ചു പോകാൻ പ്രയോജനമാണെന്ന് കാണുമ്പോൾ നേരെ യേശുവിൻ്റെ പിന്നാലെ യേശുവിൻ്റെ വചനം കേട്ട് അതിൻ പ്രകാരം ജീവിച്ചു പോകേണ്ടതിന് പകരം പയ്യെ നാം എന്ത് ചെയ്യും? ഇടത്തോട്ട് തിരിയും. വേറൊരു കൂട്ടർക്ക് ഇടത്ത് പിടിക്കത്തില്ല, അവർക്ക് വേറൊരു രീതിയാണ്, വേറൊരു അനുഭവമാണ്. അവർക്ക് കുറച്ചുകൂടെ സൗകര്യമായി താല്പര്യമായി തോന്നുന്നത് വലത്താണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? വലത്തോട്ട് തിരിയും. ഇപ്പൊ ചിന്ത ചിലർക്ക് എന്തെന്ന് ചോദിച്ചാൽ, വലത്തോട്ട് പോയാൽ വലത്തുള്ളവരെ അല്ലേ ദൈവം അനുഗ്രഹിച്ചത്, അതുകൊണ്ട് വലത്തോട്ട് പോയേക്കാമെന്ന് ചിന്തിക്കുന്ന ചിലരുണ്ട്. വലത്തോട്ട് പോയിട്ടും ഇടത്തോട്ട് പോയിട്ടും കാര്യമൊന്നുമില്ല, നേരെയാണ് പോകേണ്ടതെന്ന് ചിന്തയില്ലാത്തവർ ഇടത്തോട്ട് പോയാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നവരായി മാറുവാനിടയാകും. ദൈവമക്കളെ, നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കണം. യേശു നമുക്ക് ഇടയനായി വെളിപ്പെടണമെങ്കിൽ, യേശു എൻ്റെ ഇടയനാണെന്ന് എനിക്ക് ധൈര്യമായി പറയുവാൻ ഇടയാകണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ വെളിപ്പെടുത്തേണ്ട അനുഭവം യേശുവിൻ്റെ വചനത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ യേശുവിൻ്റെ വചനങ്ങളെ കേട്ട് അതിൻ പ്രകാരം തന്നെ ജീവിക്കുന്നവരായി തീരുവാൻ നമുക്കിടയാകണം. അതിനായി തന്നെ തന്നെ സമർപ്പിച്ചേൽപ്പിച്ചു കൊടുത്ത് അതിനുവേണ്ടി മനഃപൂർവ്വമായി തന്നെ തന്നെ ഏൽപ്പിച്ച് സമർപ്പിച്ച് പ്രതിഷ്ഠിച്ച് ആ ആഗ്രഹത്തോട് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന
ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്കുള്ള ദൈവസന്നിധിയിലുള്ള പ്രാർത്ഥനയാണ് നാം 143 സങ്കീർത്തനത്തിന്റെ 10 വാക്യത്തിൽ കാണുവാനിടയാകുന്നത്. ദൈവമേ, നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ, നിന്റെ നല്ല ആത്മാവെന്നെ നേർനിലത്തിൽ നടത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. യഥാർത്ഥത്തിൽ ദൈവമക്കളെ, ദൈവവചന പ്രകാരം ജീവിക്കുവാൻ, യേശുവിൻ്റെ ശബ്ദം കേട്ട് യേശുവിൻ്റെ പിന്നാലെ പോകുവാൻ, യേശു നല്ല ഇടയനായി ജീവിതത്തിൽ യേശുവിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവപൈതലാണെങ്കിൽ, യേശുവിൻ്റെ നല്ല ആടുകളായി തീരുവാൻ ഉത്സാഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, എല്ലാ ദിവസവും യേശുവിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് കർത്താവിനോട് പറയണം, അവിടെ നിന്നാണ് എൻ്റെ ഇടയൻ, അവിടെ നിന്നാണ് എൻ്റെ ഇടയൻ, നല്ല ഇടയനായ യേശുവാണ് എൻ്റെ ഇടയൻ, ഞാൻ അങ്ങയുടെ ആടുകളായിരിക്കാൻ ആഗ്രഹിക്കുന്നു. ആകയാൽ കർത്താവേ, അങ്ങയുടെ ഇഷ്ടപ്രകാരം എന്നെ വഴി നടത്തണമേ, അങ്ങയുടെ ആലോചനയാൽ തന്നെ എന്നെ നടത്തണം കർത്താവേ, പിന്നത്തേതിൽ മഹത്വത്തിൽ ചേർത്തുകൊള്ളുവാൻ തക്കവണ്ണം അങ്ങയുടെ ആടായി ജീവിപ്പാൻ അങ്ങയുടെ ആലോചനയാൽ തന്നെ എന്നെ നടത്തണം, അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണം, അങ്ങയുടെ നല്ല ആത്മാവ് എന്നെ നേർനിലത്തിൽ നടത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചേൽപ്പിച്ചു കൊടുക്കുന്ന ഒരനുഭവം യഥാർത്ഥമായ ഒരു നല്ല ആടിനുണ്ടാകുമെങ്കിൽ, യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു നമുക്ക് ഉറപ്പു നൽകുന്ന ഒരു കാര്യമുണ്ട്. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. യേശുവിൻ്റെ വചനപ്രകാരം തന്നെ ജീവിക്കത്തക്കവണ്ണം യേശുവിൻ്റെ വചനമാകുന്ന, ദൈവത്തിൻ്റെ വചനമാകുന്ന സകല സത്യത്തിലും ദൈവത്തിൻ്റെ നല്ല ആത്മാവ് നമ്മെ വഴി നടത്തുവാനിടയാകും. അങ്ങനെയെങ്കിൽ സഹോദരങ്ങളെ, പ്രാർത്ഥനയോടെ നാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവാത്മാവിന് കീഴ്പ്പെട്ടുകൊണ്ട്, ദൈവാത്മാവിനോട് മത്സരിക്കാതെ മറുക്കാതെ, ദൈവാത്മാവിനെ അനുസരിക്കുന്നവരായി, ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായി നാം മാറുമെങ്കിൽ യഥാർത്ഥമായി നാം യേശുവിൻ്റെ ആടുകളാണ്. അഥവാ റോമാലേഖനത്തിൽ വായിക്കുന്നത് പോലെ ദൈവാത്മാവ് നടത്തുന്നവരായ നാം ആണ് ദൈവത്തിൻ്റെ മക്കളായി കാണപ്പെടുവാനിടയാകുന്നത്. അങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിലാണ് മക്കളെങ്കിലോ അവകാശികളുമെന്ന അനുഭവത്തിലേക്ക് വരുവാനിടയാകുന്നത്. നല്ല ഇടയനായ യേശു എല്ലാ നല്ല ദാനങ്ങളും നന്മകളൊക്കെയും നമുക്ക് നൽകി, ഒരു നന്മയ്ക്കും കുറവില്ലാതെ, ഒന്നിനും മുട്ടില്ലാതെ, മുടക്കില്ലാതെ നമ്മെ നടത്തി നാം അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ നമുക്കിടയാകേണ്ടതിന് നമ്മുടെ ജീവിതത്തിൽ ദൈവമക്കളെ നാം നല്ല ഇടയനായ യേശുവിൻ്റെ പിന്നാലെ പോകുവാൻ, യേശുവിൻ്റെ വചനം കേട്ട് അതിൻ പ്രകാരം ജീവിക്കുവാൻ ഉത്സാഹിക്കുന്നവരായി ഓരോ നാളും നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് എന്നെ നടത്തണമേ എന്ന്, അങ്ങയുടെ ആലോചനയാൽ നടത്തണമേ എന്ന്, അങ്ങന്റെ മുൻപിൽ ശബ്ദം കേൾപ്പിച്ച് അങ്ങയുടെ പിന്നാലെ നടക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞതവാ നിന്റെ നല്ല ആത്മാവ് എന്നെ നേർനിലത്തിൽ നടത്തുമാറാകട്ടെ എന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് പ്രാർത്ഥനയോട് നാം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നമുക്കൊരു ധൈര്യമുണ്ട്. ദൈവമക്കളെ, നമ്മുടെ യേശു നമുക്ക് നല്ല ഇടയൻ, ഒരു മുട്ടുമുണ്ടാകത്തില്ല, ഒരു മുട്ടുമുണ്ടാകത്തില്ല. യേശു തന്റെ വചനത്തിൽ നമ്മെ ഓർപ്പിക്കുന്നു, ദൈവത്തിന്റെ രാജ്യം അന്വേഷിക്കുന്നവന് തിന്മാനും കുടിപ്പാനും ഉടുപ്പാനും ഉള്ളതൊക്കെയും ദൈവം നൽകുമെന്ന് പറയുന്നു. അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുന്നു, ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ കർത്താവ് തന്റെ ദിവ്യശക്തിയാൽ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന്. എല്ലാ നല്ല ദാനങ്ങളും സ്വർഗീയ പിതാവിൽ നിന്ന് സമൃദ്ധിയായി പ്രാപിപ്പാൻ നമുക്കിടയാകും. കാരണം നാം യേശുവിൻ്റെ നല്ല ആടുകളാണ്. യേശു നമ്മുടെ നല്ല ഇടയനാണ്. നമ്മുടെ ദൈവം നമ്മുടെ നല്ല ഇടയനാണ്. നമുക്ക് ധൈര്യമായി പറയുവാനിടയാകും, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് ധൈര്യമായി പറയുവാൻ നമുക്കിടയാകും. കണ്ണുകളടയ്ക്കാം, നമ്മെ തന്നെ ഒന്ന് പരിശോധിപ്പാൻ നമുക്കിടയാകട്ടെ. നമ്മെ തന്നെ ഒന്ന് കണ്ണുണരുവാൻ നമുക്കിടയാകട്ടെ. ഏതെല്ലാം നിലയിൽ എവിടെയെല്ലാമാണ് നാം തെറ്റിപ്പോയിരിക്കുന്നത്? യേശുവിനെ അനുഗമിക്കുന്ന, യേശുവിൻ്റെ ആടുകളായി തീരുവാൻ, അഥവാ യേശു നമുക്ക് നല്ല ഇടയനായി തീരുവാൻ നമുക്കിടയായിട്ടുണ്ടോ? ഇന്ന് നമുക്കത് പ്രായോഗികമാക്കി ജീവിക്കുവാൻ കഴിയുന്നുണ്ടോ? നാം യേശുവിനാൽ വീണ്ടെടുക്കപ്പെട്ട, യേശു തൻ്റെ ജീവനെ വിലയായി നൽകി, തൻ്റെ തിരുരക്തത്തെ വിലയായി നൽകി, യേശുവിൻ്റെ ആടാകത്തക്കവണ്ണം നമ്മെ വീണ്ടെടുത്ത വീണ്ടെടുപ്പിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണോ? നാം ദൈവത്തിൻ്റെ വീണ്ടെടുക്കപ്പെട്ട ജനമാണെന്ന ബോധ്യതയോടെ, ആ നിശ്ചയത്തോടെ ജീവിക്കുന്ന യേശുവിൻ്റെ ആടുകളാണോ?
അന്യരുടെ ശബ്ദം കേൾക്കുവാൻ ഉത്സാഹിച്ചുകൊണ്ട് ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ ആടി ഉലയുന്ന ശിശുക്കളെ പോലെ അവിടെയും എവിടെയും അലഞ്ഞു നടക്കുന്നവരായി, സത്യോപദേശത്തിന് ജീവിതത്തിൽ ഇടം കൊടുപ്പാൻ കഴിവില്ലാത്തവരായി അലഞ്ഞു തിരിയുന്നവരായി ജീവിക്കുന്നവരാണോ നാം? തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാൻ ഉത്സാഹിക്കുന്ന അനേക ദുരുപദേഷ്ടകന്മാർ ക്രിസ്തീയ ഗോളത്തിലുള്ളപ്പോൾ അവരുടെയും ഇവരുടെയും ഉപദേശമൊക്കെ കേട്ട് അതിൻ്റെയും ഇതിൻ്റെയും ഒക്കെ പിന്നാലെ പോകുവാൻ താല്പര്യപ്പെടുന്നവരാണോ? അതോ യേശുവിൻ്റെ ഉപദേശം കഠിനമാണെന്ന് പറഞ്ഞ് അത് നിത്യജീവന്റെ മൊഴികളാണെന്ന് ഏറ്റുകൊള്ളുവാൻ കഴിവില്ലാത്തവരായി അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് അത് കഠിന ഉപദേശമെന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ പിന്നാലെ പോകുവാൻ ഉത്സാഹിക്കുന്നവരാണോ? യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ യേശു ഇടയനായിരിക്കണമെങ്കിൽ യേശുവിൻ്റെ ശബ്ദം കേട്ട് യേശുവിൻ്റെ വചനം നിത്യജീവന്റെ മൊഴികളാണെന്ന് ഏറ്റെടുത്തുകൊണ്ട് ആ യേശുവിൻ്റെ ശബ്ദം കേട്ട് യേശുവിനെ പിൻഗമിക്കുന്നവരായി തീരുവാൻ നമുക്കിടയാകണം. ആ ഒരു അനുഭവത്തിലേക്ക് ദൈവമക്കളെ നാം വരുവാനിടയാകട്ടെ. മാത്രമല്ല, നാം കേൾക്കുന്നതായ ദൈവത്തിൻ്റെ വചനത്തെ അതങ്ങനെ തന്നെയോ എന്ന് പരിശോധിച്ചറിഞ്ഞ് അത് യേശുവിൻ്റെ വചനങ്ങൾ തന്നെയാണോ എന്ന് തിരുവെഴുത്തുകളെ ശോധന ചെയ്ത് വ്യക്തത വരുത്തുന്നവരായി തീരുവാൻ നമുക്കിടയാകണം. മാത്രമല്ല, യേശുവിൻ്റെ ശബ്ദം കേട്ട് അതനുസരണമായി തന്നെ അങ്ങനെ തന്നെ ജീവിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് തിരുസന്നിധിയിൽ വരുമ്പോഴൊക്കെ കർത്താവേ എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ, അങ്ങ് കൽപ്പിച്ചത് കേൾക്കുവാൻ തിരുസന്നിധിയിൽ കൂടി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരായിരിക്കുവാൻ നമുക്കിടയാകട്ടെ. മാത്രമല്ല, നാം യേശുവിൻ്റെ ശബ്ദം കേൾക്കുന്നവരായി മാത്രം യേശുവിനെ പിൻഗമിപ്പാനല്ല, അതങ്ങനെ തന്നെയോ എന്ന് വ്യക്തമായി അറിഞ്ഞ് അതിൻ പ്രകാരം ജീവിക്കുന്നവരാകുവാൻ, യേശുവിൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരായി തീരുവാൻ നമുക്കിടയാകട്ടെ. ആ ഒരു ആഗ്രഹത്തോട് യേശുവിനെ നല്ല ഇടയനാക്കിക്കൊള്ളുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവവൈതലാണെങ്കിൽ തങ്ങളെ തന്നെ ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ദൈവസന്നിധിയിൽ തങ്ങളെ താഴ്ത്തി ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ ഇടയാകട്ടെ. ദൈവമേ, അവിടെ നിന്റെ ഇടയനാണ്. യേശുവേ, അവിടെ നിന്റെ നല്ല ഇടയനാണ്. ഞാൻ അങ്ങയുടെ ശബ്ദം കേട്ട് അങ്ങയെ പിൻഗമിപ്പാൻ, അങ്ങയുടെ പിന്നാലെ വരുവാൻ, അങ്ങ് കൽപ്പിക്കുന്നത് പോലെയൊക്കെ അനുസരിച്ച് അങ്ങയുടെ നല്ല ആടായി ജീവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവകാശികളായി തീരത്തക്കവണ്ണം ചെമ്പരിയാടുകളെ പോലെ തന്നെ കാണപ്പെടുവാൻ, മക്കളെങ്കിലോ അവകാശികളും എന്ന അനുഭവത്തിൽ നിത്യതയെ അവകാശമാക്കത്തക്കവണ്ണം ചെമ്പരിയാടുകളായി, അനുസരണമുള്ള നല്ല ആടുകളായി അങ്ങയുടെ വാക്കുകളെ കേട്ടനുസരിച്ച് അങ്ങയെ പിൻഗമിപ്പാൻ ആഗ്രഹിക്കുന്നു. അവിടുന്ന് അടിയനെ നടത്തണം കർത്താവേ, അവിടുന്ന് അടിയനെ നടത്തണം കർത്താവേ. അങ്ങയുടെ ശബ്ദം കേൾപ്പിച്ച് അങ്ങയുടെ പിന്നാലെ അങ്ങയെ പിൻഗമിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാകട്ടെ. ദൈവത്തിൻ്റെ നല്ല ആത്മാവ് നമ്മുടെ മേൽ പകർന്ന് തൻ്റെ നല്ല ആത്മാവിനാൽ ദൈവം നമ്മെ നേർനിലത്തിൽ നടത്തുവാനിടയാകും. സത്യത്തിൻ്റെ ആത്മാവ് സകല സത്യത്തിലും നമ്മെ വഴി നടത്തും. തൻ്റെ ആലോചനയാൽ നടത്തപ്പെട്ട് പിന്നത്തേതിൽ മഹത്വത്തിൽ ചേർക്കപ്പെടുവാനിടയാകും. ആകയാൽ ഈ പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, ഒരു ദൈവശബ്ദം നമ്മുടെ കാതുകളിൽ മുഴങ്ങുവാനിടയാകട്ടെ. ഞാൻ നിന്റെ നല്ല ഇടയനാണ്, ഞാൻ നിന്നെ വഴി നടത്തുമെന്ന് കർത്താവ് പറയുന്ന ഒരു നല്ല ശബ്ദം നമ്മുടെ കാതുകളിൽ മുഴങ്ങുവാനിടയാകട്ടെ. നാം യേശുവിനെ ഇടയനാക്കിക്കൊണ്ട് കാര്യമായില്ല ദൈവമക്കളെ. യേശു നമുക്കിടയനായി താൻ നമ്മോടത് പറയുവാനിടയാകണം. നാം യേശുവിൻ്റെ ആടുകളാണ്, യേശുവിൻ്റെ ഇടയനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യേശു നമ്മെക്കുറിച്ച് പറയണം, നീ എൻ്റെ ആടാണ്, ഞാൻ നിന്റെ ഇടയനാണ്, ഞാൻ നിന്നെ വഴി നടത്തും. ആ ഒരു ശബ്ദം കേൾപ്പാൻ നമുക്കിടയാകട്ടെ. സങ്കീർത്തനങ്ങളിൽ നാം കേട്ട ഒരു ശബ്ദമുണ്ട്, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്കാലോചന പറഞ്ഞു തരും, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ആ ഒരു അനുഭവത്തിലേക്ക് വന്ന് നാം ഹൃദയപൂർവ്വം അത് ഏറ്റെടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മെ താഴ്ത്തുവാൻ നമുക്കിടയാകട്ടെ. നമുക്ക് ദൈവത്തോട് തിരിച്ചു പറയുവാനിടയാകണം. കർത്താവേ, അങ്ങയുടെ ആലോചനയാൽ എന്നെ നടത്തണമേ, ഞാൻ അങ്ങയുടെ വഴികളിൽ നടക്കട്ടെ. കർത്താവേ, അങ്ങയുടെ ശബ്ദം കേട്ട് അങ്ങയെ പിൻഗമിക്കട്ടെ, അങ്ങയുടെ കൽപ്പനകൾ കേറ്റവണ്ണം തന്നെ ജീവിക്കട്ടെ. പിന്നത്തേതിൽ എന്നെ മഹത്വത്തിൽ ചേർത്ത് കൊള്ളണമേ എന്ന് കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും കുഞ്ഞാടിനെ അനുഗമിപ്പാൻ തക്കവണ്ണം
നാം കർത്താവിനെ പിൻപറ്റിക്കൊണ്ട് നിത്യതയിൽ സിയോനിൽ ദൈവസന്നിധിയിൽ കാണപ്പെടുവാൻ നമുക്കെല്ലാവർക്കും കർത്താവ് കൃപ തരേണ്ടതിന് നമ്മെ തന്നെ സമർപ്പിച്ചേൽപ്പിച്ച് തീരുമാനത്തോടെ ദൈവകരങ്ങളിൽ സമ്പൂർണ്ണമായി സമർപ്പിച്ചേൽപ്പിച്ചുകൊണ്ട് തന്നെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം.